വാങ്ങിയ പിതാവായ ദൈവത്തിന് നമ്മളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നും എന്നേക്കും മഹത്വം. ഹല്ലേലൂയ. അഡ്രസ്സില്ലായിരുന്ന നമുക്ക്, ഐഡൻറ്റിറ്റി ഇല്ലാതിരുന്ന നമുക്ക്, നിത്യനാശത്തിന് വേണ്ടി മാത്രം യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മൾക്ക് ആമേൻ ഹല്ലേലൂയ ഒരു ഐഡൻറ്റിറ്റി നൽകിയത്, ജീവനെ നൽകിയത്, പേര് നൽകിയത്, ഭാവി നൽകി തന്നത്, ജീവിതത്തിൽ ഒരു ഭദ്രത തന്നത്, ഉറപ്പ് തന്നത്, നമ്മൾ ഇന്നെന്ന പോലെ നമ്മളെ ആക്കി തീർത്തവന് ഒരേ ഒരുവൻ മാത്രമാണ്. വിശ്വസിക്കുന്നവർ, അത് ജീവിതത്തിൽ അനുഭവിച്ചവർ ഉണ്ടെങ്കിൽ, അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ കർത്താവിന് എല്ലാ മഹത്വം കൊടുത്താട്ടെ. ആമേ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ ഇന്നായിരിക്കുന്ന എല്ലാ മാന്യതയ്ക്കും കാരണം യേശുവാണ്. ആമൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മാന്യതയ്ക്കും കാരണം യേശുവാണെന്ന് വിശ്വസിക്കുന്നവർ, ഇന്ന് എനിക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ, ജീവിതത്തിലൊരു സ്വസ്ഥതയുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷിപ്പാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനുണ്ടെങ്കിൽ അത് യേശു തന്ന ദാനമാണെന്ന് മാത്രം വിശ്വസിക്കുന്നവർ ആമേൻ ഹല്ലേലൂയ കർത്താവിന് കരങ്ങൾ ഉയർത്തി ആമേൻ അധരങ്ങളെ തുറന്ന് ഹൃദയങ്ങളെ പകർന്ന് നന്ദിയോടെ ആമേൻ നമ്മുടെ ആരാധന കാണുന്ന ദൈവമാണ്, ആരാധന സ്വീകരിക്കുന്ന ദൈവമാണ്. സ്തോത്രവും സ്തുതികളും ആമേൻ ഹല്ലേലൂയ ആമേൻ സ്വീകരിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റബന ഹദരഗടക ദുരികശസ്യാര റിബന ശഗദഗരഗടകസ്യ. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും ഞാൻ കാണുകില്ലേ. അങ്ങേ പോലെ ആരുമില്ലേ, മേലാ കാണുകില്ലേ. ഉന്നത ഉയർന്നവനേ, ആരിലും ഉന്നതന്. അതെത്ര പേര് അനുഭവിച്ച് സന്തോഷത്തോടെ പറയുന്നു. ഉയർന്നവനേ ഓ ഒരിക്കൽ ഇവിടെ കണ്ണുകളടച്ച് മാറോട് ചേർത്ത് കൈവച്ചിട്ട് പറഞ്ഞോട്ടെ, അങ്ങേ പോലെ ആരുമില്ല, മേലാലും ഞാൻ. ഓൺലൈൻ ഞങ്ങളൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങളായിരിക്കുന്നിടത്ത് മാറൽ കാര്യങ്ങൾ ചേർത്ത് വെച്ച് കണ്ണുകളെ അടച്ച് യേശുവിനെ ആത്മാർത്ഥമായി കർത്താവിൻ്റെ ആ ചൂടറിഞ്ഞുകൊണ്ട് അങ്ങേ പോലെ ആരുമില്ലേ, മേലാ ഓ ജീസസ് കാണുകില്ലേ. ഉന്നതനുയർന്നവനേ, ആരിലും ഉന്നതനേ. Come on, sing it. ഉന്നതൻ ഉയർന്നവനേ, ആരിലും ഉന്നതനേ. യേശു എൻ്റെ. എത്ര പേര് അത് അനുഭവിച്ചുകൊണ്ട് പറയും എൻ്റെ യേശു എന്ന്? എത്ര പേര് ജീവനോട് പറയും? Come on, എൻ്റെ യേശു, യേശു എൻ്റെ യേശു, അങ്ങേ പോലെ മേലാലും ഞാൻ കാണുകില്ലേ. We love you, we love you, we love you, we worship you. കാണുകില്ലേ ഉന്നതനുയർന്നവനേ,
We worship the Lord. We lift the name above all other names. Hallelujah. La karabasata la prauda la rabasata la prauda val karasia. Rakasete riprokoro basanda la rabasya. നാമത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. ദേശങ്ങളുടെ മേൽ, വംശങ്ങളുടെ മേൽ, ജാതികളുടെ മേൽ, എല്ലാ നാമങ്ങളുടെ മുകളിൽ യേശുവിന്റെ നാമത്തെ സഭ ഉയർത്തുന്നു. എല്ലാ പോരാട്ടങ്ങളുടെ മേൽ, എല്ലാ രോഗശക്തികളുടെ മേൽ, ഞങ്ങളെ എതിർക്കുന്ന എല്ലാ പേരുകളും, പ്രതികൂലങ്ങളുടെ പേരുകൾ, കടഭാരം, രോഗം, ദുഃഖം, എല്ലാ നാമങ്ങൾക്കും മുകളിൽ യേശുവിന്റെ നാമത്തെ ഉയർത്തി ഞങ്ങൾ ജയമെടുക്കുന്നു. മഹത്വം കർത്താവിനെ ഞങ്ങൾ ഇന്ന് രാത്രി കൊടുക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. കർത്താവിന് എല്ലാ ആരാധനയും മഹത്വത്തിന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിന് എല്ലാ പുകഴ്ചയും ബഹുമാനവും ഞങ്ങൾ തരുന്നു. അങ്ങയുടെ സന്നിധി ഞങ്ങളെ താഴ്ത്തുന്നു. തിരുവിഷ്ടത്തിന് വേണ്ടി ഞങ്ങളെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഞങ്ങളെ ഒരുമിച്ച് ഇത്രത്തോളം ബ്ലസ് ചെയ്തതിന് നന്ദി. കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് പാടുവാൻ, ആരാധിപ്പാൻ കൃപ തന്നതിന് നന്ദി. അങ്ങ് ഞങ്ങളെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ മൂടി മറയ്ക്കുന്ന പോലെ ആ ചൂടിലിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിന് നന്ദി. ഈ 3 ദിവസവും കർത്താവെ അസാധാരണമായ ദിവസങ്ങളാക്കി അങ്ങ് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാരംഭമായി ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന അങ്ങയുടെ മക്കൾ, ലോഗിൻ ചെയ്ത അങ്ങയുടെ മക്കൾ എല്ലാവരെയും ജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു കൃപ, പ്രധാനവും അപ്രധാനമായ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ ഫേവർ അനുഭവിച്ച് എഴുന്നേറ്റ് അങ്ങേക്ക് വേണ്ടി ശോഭിപ്പാനിട നൽകണമേ. എല്ലാവരും ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ 3 ദിവസങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുത വിടുതലിനും സാക്ഷ്യത്തിനും കാരണമാക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ രാമൻ പറഞ്ഞാട്ടെ. ആമേൻ. കരങ്ങളെ അടിച്ചെൻ്റെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ ജീസസ്. ആമേൻ. ആമേൻ. നമുക്കിത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കാനുള്ള, എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി, നമ്മൾ ഈ ദിവസം പ്രാക്ടിക്കൽ അപ്രോച്ചിൽ നമ്മൾ പോകുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ പലതും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള രീതിയിൽ, കുറേ കാര്യങ്ങൾ അറിയുന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രാപിക്കാനുള്ള രീതിയിലാണ് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വചനഭാഗത്തെ നമുക്ക് വായിക്കാം. 2 ശമൂവേൽ കമോൺ, അതിൻ്റെ 6-ാം അധ്യായം, 2 Samuel chapter 6. ഇതും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. മതി, ഒരു മിനിറ്റ്. അല്ലാണ്ട് നമുക്കറിയാം, എനിക്ക് നമ്മൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ, അല്ലേ? അറിയാം. പെട്ടകം കൊണ്ടുവരാനായിട്ട് ദാവീദും കൂടെയുള്ളവരും പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി എവിടെ പോയി? ബാലയഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. ഇത് നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവർക്ക് പെട്ടെന്ന് ഞാനൊന്ന് പറയാം. പെട്ടകം ഇപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിലില്ല. പെട്ടകം ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിൽ ഇല്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോവുകയാണെ, ഇരിക്കേണ്ട സ്ഥലത്തല്ലാതെ ഇരിക്കുന്നത്, ദാവീദ് കൊണ്ടുവരേണ്ട സ്ഥലത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ബാലയഹൂദയിലായിരിക്കുന്നത്. ഈ ബാലയഹൂദയിൽ എങ്ങനെ വന്നു? ബാലയഹൂദയിൽ വരുന്നതിന് മുമ്പ് പെട്ടകം ഫിലിസ്തീനയുടെ കയ്യിലായിരുന്നു. എന്താണ് ഈ പെട്ടകം? എന്താണ് പെട്ടകം? ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് കവനന്റ്, നിയമപ്പെട്ടകം. ഈ നിയമപ്പെട്ടകത്തിൻ്റെ പ്രത്യേകത എന്താ? നോക്കിയേ, നിങ്ങൾ ആ നിയമപ്പെട്ടകം ദൈവം കൊടുത്തത് മരുഭൂമിയിൽ വെച്ച് മോശ വഴിയായിട്ടാണ് നിയമപ്പെട്ടകം കൊടുക്കുന്നത്, അല്ലേ? ഈ നിയമപ്പെട്ടകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇമ്പോർട്ടൻസ് അറിയണമെങ്കിൽ, ഇത് നമ്മളുമായിട്ട് ബന്ധമുണ്ട്, നമ്മൾ അതിലോട്ട് വരും. നിയമപ്പെട്ടകത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമെങ്കിൽ, മരുഭൂമിയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായിട്ട് യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തെ നടത്തി. 30 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. 12 ഗോത്രങ്ങൾ, അത് 4 ഭാഗത്ത് 3 ഗോത്രങ്ങളായിട്ട് പരന്ന് കിടക്കുമ്പോൾ അതിൻ്റെ നടുവിലാണ് സമാഗമന കൂടാരം. നിങ്ങൾക്കത് ഭാവന കാണാൻ കഴിയുമോ? 3 സ്ഥലത്ത്
12. ആ ഓരോ ഗോത്രങ്ങൾ അതിൻ്റെ പുറകിലേക്ക് ക്യാമ്പ് ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞ നിങ്ങളെ ഭാവന കാണണം. 12 ഗോത്രങ്ങൾ, 3 ഗോത്രം ഇവിടെ, 3 ഗോത്രം ഇവിടെ, അങ്ങനെ 12 ആയില്ലേ? ആ 3 ഗോത്രങ്ങളുടെ ആമേൻ ബന്ധപ്പെട്ട ആളുകളെല്ലാം അതിൻ്റെ പുറകെ. ഓരോ ഗോത്രങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ചെതറി നിൽക്കുമ്പോൾ അതിൻ്റെ ഒറ്റ നടുവിലാണ് സമാഗമന കൂടാരം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന് മുകളിൽ പരന്നൊഴുകുന്ന ഈ മേഘവും അഗ്നിസ്തംഭവും കൊട പോലെ വിടർന്നു നിൽക്കുക ഈ പാളയത്തിൻ്റെ മുഴുവൻ. പക്ഷേ ഇത് പുറപ്പെടുന്നത് എവിടെ നിന്നാണ് ഇതിൻ്റെ പ്രഭവസ്ഥാനം? ഈ ദൈവസാന്നിധ്യത്തിൻ്റെ ഈ മേഘം ഇറങ്ങി നിൽക്കുന്നത്. നിങ്ങളൊരു കൊട ഭാവന, നിങ്ങൾ എൻ്റെ കൂടെ ഭാവന, ഒരു കൊട നിവർത്തിക്കഴിഞ്ഞാൽ കൊട നിവർന്നു നിൽക്കുമ്പോൾ ആ കൊട പിടിച്ചിരിക്കുന്ന ഒരു പിടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ദൈവസാന്നിധ്യം പരന്നൊഴുകുമ്പോൾ അത് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ തൂണുപോലെ ഇറങ്ങി നിൽക്കുന്ന സ്ഥലമുണ്ട്. എവിടെയാണ് അത് ഇറങ്ങി നിൽക്കുന്നത്? കമോൺ, ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആ ദൂതിലോട്ട് കയറിയോ. നമ്മളുമായിട്ട് ബന്ധമുണ്ട് അതിന്. ഞാൻ പറയും, ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൽ ഇരിക്കുന്ന ദൈവസാന്നിധ്യം ചലിക്കണം. അത്രത്തോളം വചനവുമായിട്ട് കയറി പിടിക്കണം. ഇത് പഴയ നിയമത്തിലെ കഥയല്ല പറയണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യവുമായി നമ്മുടെ ആത്മീയ മനുഷ്യ കണക്റ്റ് ആകണം. കം ഓൺ, പ്രൈസ് ദി ലോർഡ്. നോക്കേ, അപ്പോൾ ഈ ദൈവസാന്നിധ്യം ഇങ്ങനെ പരന്ന് നിൽക്കുമ്പോൾ അത് കൊട പോലെ ഇറങ്ങി നിൽക്കുന്നത് ഈ സമാഗമന കൂടാരത്തിലാണ്. ഈ സമാഗമന കൂടാരത്തിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു കൂടാരത്തിൻ്റെ പുറകിൽ നിങ്ങൾ ഭാവന കാണുക. ഈ വലിയ മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ എവിടെ നിന്നാണ് ഈ സാന്നിധ്യം എന്നറിയാൻ നിങ്ങൾ ഈ പാളയത്തിൻ്റെ ഇടയിലൂടെ നടന്ന് പോയാൽ നിങ്ങൾ എവിടെ എത്തും? നാവിഗേറ്റ് ചെയ്ത് പോയാൽ എവിടെ എത്തും? നിങ്ങൾ അവിടെ ചെല്ലുന്നത് എവിടെയായിരിക്കും എന്ന് വെച്ചാൽ സമാഗമന കൂടാരത്തിലായിരിക്കും. അപ്പം നിങ്ങൾ നോക്കി, ഈ സമാഗമന കൂടാരത്തിൽ ഇനി എവിടെയാണ്? സമാഗമന കൂടാരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നാണ് ഇത് വരണേന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് പോയാൽ പ്രാകാരത്തിൽ ചെന്നാൽ അത് കാണാൻ പറ്റത്തില്ല. വിശുദ്ധ സ്ഥലത്ത് ചെന്നാൽ കാണാൻ പറ്റത്തില്ല. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്തുനിന്നാണ് ഈ സാന്നിധ്യം പുറപ്പെടുന്നത്. ഇനി അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്ത് എവിടെയെന്ന് പറഞ്ഞ് നിങ്ങൾ പോയാൽ കാണാൻ കഴിയുന്നത് നിയമപ്പെട്ടകത്തിൻ്റെ നടുവിൽ, കെരൂബുകളുടെ നടുവിൽ നിന്ന്, നിയമപ്പെട്ടകത്തിൽ നിന്നാണ് ഈ സാന്നിധ്യം പുറപ്പെടുന്നത്. നിയമപ്പെട്ടകത്തിൽ നിന്നാണ് സാന്നിധ്യം പുറപ്പെടുന്നത്. ഞാൻ പറഞ്ഞ എത്രവർക്കും മനസ്സിലാവണം. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകരുത്. നിങ്ങൾ പിടിച്ച് കയറണം. ദിസ് ഇസ് സംതിങ്. ഇത് നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒന്നും നോക്കരുത്. എല്ലാം വിട്ട് അങ്ങനെ വചനത്തിലൂടെ കയറി അങ്ങ് പൊക്കണം. നമ്മളിന്ന് ഒന്നും കേൾക്കാൻ നിൽക്കുകയല്ല, നമ്മൾ പ്രാപിക്കാനിരിക്കുക. മഹത്വം പ്രാപിക്കാൻ വന്നിരിക്കുക ഇന്ന് രാത്രി. ഞാൻ പറയും, ഈ വർഷം തൊടാത്ത ചില ആത്മതലങ്ങൾ നമ്മൾ തൊടാൻ പോകുകയാണ്. ഈ വർഷം തൊടാത്ത ചില ആത്മമണ്ഡലങ്ങൾ തൊടാൻ പോകുകയാണ്. അതിനാണ് ഇന്ന് രാത്രി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവമഹത്വത്തിലേക്ക് നമ്മൾ കയറാൻ പോകുകയാണ്. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത തേജസ്സിന്റെ അനുഭവങ്ങളിലേക്ക് കയറാൻ പോകുകയാണ്. Come on, Alan. Yeah. Oh, Rabalaba, shake it. Oh, yes. സാന്നിധ്യം, മഹത്വം, തേജസ്, മേഘം, ഗ്ലോറി, ക്ലൗഡ്. Oh, rasetere. The name of Jesus. ഞാൻ ഇവളിലേക്ക് അത് റിലീസ് ചെയ്യുന്നു. എന്നിലുള്ളത് ഇവളിലേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. Power. Roseke. Rekalabasetere. അവളുടെ അടുത്ത സൈഡിൽ, അവളുടെ സൈഡിൽ. Yes, in Jesus' name. Yes. പ്രാർത്ഥിച്ചോ. വലിയ വിടുതലുകൾ നടക്കുന്നില്ല. നിങ്ങളിത് രാത്രി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങളിത് സെൻസ് ചെയ്യണം, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. യു ഷുഡ് എക്സ്പീരിയൻസ് ദിസ് ഫയർ. ചലിച്ചുകൊണ്ടിരിക്കണം ആത്മാവിൽ. Oh, Jesus. Power. Your breakthrough is in this presence. നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലുകളുടെ ബ്രേക്ക് ത്രൂ ഇതിൻ്റെ ഉള്ളിലുണ്ട്. യെസ്. ഓ
അങ്ങനെ നമ്മൾ ഈ സാന്നിധ്യം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലം, സാന്നിധ്യം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലം പ്രാകാരത്തിൽ അല്ല, വിശുദ്ധ സ്ഥലത്തിലും അല്ല, അതിവിശുദ്ധ സ്ഥലത്ത്, തിരശ്ശീലയ്ക്ക് അപ്പുറത്ത്, മഹാപുരോഹിതന് മാത്രം കയറാൻ കഴിയുന്ന സ്ഥലത്ത്, 2 ചിറക് വിരിച്ച് നിൽക്കുന്ന സ്വർണത്തിൻ്റെ കിരൂപകളുടെ നടുവിൽ മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും 10 കൽപ്പന നിയമ കൽപ്പലകളും ആമേൻ അടക്കം ചെയ്ത് കൃപാസനത്തിൻ്റെ മുകളിൽ ഇറങ്ങുന്ന ദൈവത്തിൻ്റെ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം തൻ്റെ മക്കളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന സ്ഥലം. ദാറ്റ് ഈസ് ദ ആർക്ക് ഓഫ് കവനന്റ്. ഇത് പുതിയ നിയമ വിശ്വാസിയെ കാണിക്കുന്നത്. എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവിൽ ഇറങ്ങി നിൽക്കുന്നത് മറ്റാരുമല്ല, കുറഞ്ഞ ഒരു ദൈവമല്ല നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയത്, ഒരു കുറഞ്ഞ ആളല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ശ്രദ്ധിക്ക, പെട്ടകത്തിന്റെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം തേജസ് ഇറങ്ങി നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ആമേൻ ആലയം കാണിക്കുന്നത് സഭയെ കാണിക്കുന്നു. ഒത്തിരി നിഴലുകളുണ്ട്. സഭയുടെ നിഴലാണ്, വീണ്ടും ജനിച്ചൊരു വിശ്വാസിയുടെ നിഴലാണ്, ഒരു വിശ്വാസിയുടെ സ്ട്രക്ചറാണ്. ബോൺ അഗെയിനായിട്ടുള്ള ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവിൽ ദൈവം, സാക്ഷാൽ ദൈവമാണ് ഇറങ്ങി നിൽക്കുന്നത്. എൻ്റെയും നിൻ്റെയും ആത്മാവിൽ ഇരിക്കുന്നവൻ കുറഞ്ഞ ഒരാളല്ല. നിങ്ങൾക്ക് ഇന്ന് രാത്രി യു ആർ ക്യാരിയിങ് ഗോഡ്. നിങ്ങൾ വഹിക്കുന്നത് ദൈവത്തെയാണ്. യു ആർ ക്യാരിയിങ് ഗോഡ് ഹിംസെൽഫ്. അതുകൊണ്ടാണ് ആമേൻ വചനം പറഞ്ഞ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ക്രിസ്തു എൻ്റെ ഉള്ളിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. കുറഞ്ഞ യേശുവല്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്നേ, തേജോമയനായ ദൈവം എൻ്റെയും നിന്റെ ആത്മാവിൽ വസിക്കുകയാണ്. നമ്മൾ ഈ കണ്ണാടി കാണുന്ന ആളല്ല, നമ്മുടെ ഉള്ളിൽ ഇറങ്ങി ദൈവ തേജസ് ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവനുള്ള ആലയമാണ്, ജീവനുള്ള പെട്ടകമാണ്. We are carrying God. You are not an ordinary man. നിന്റെ ശരീരത്തിലും ഹൃദയത്തിലും കോറ്റങ്ങളും കുറവുകളാണ്, നിന്റെ ആത്മാവിൽ ദൈവം ഇറങ്ങി നിൽക്കുന്നത്. Because you are born again, you are a child of God. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ പെട്ടകം പിടിക്കപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് പറഞ്ഞങ്ങ് പോകും. പെട്ടകം കൊണ്ടുപോയി ഫിലിസ്തീർ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് എളുപ്പം പറഞ്ഞു പോവാ റോയ് ബ്രദറെ. അതങ്ങ് എളുപ്പം പറയുന്ന സംഭവമല്ല അത്. ഇങ്ങനെ ആമേൻ മേഘം പുറപ്പെടുമ്പോൾ അവർ കൂടാരം പോകും. മേഘം എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ഈ കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ആ സാന്നിധ്യം അവിടെ നിന്ന് ലിഫ്റ്റഡായി ഇതിൻ്റെ മുകളിലൂടെ പുറപ്പെട്ട് മുകളിൽ ചെന്നിട്ട് ദാറ്റ് വിൽ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് ഇവർ ഈ കൂടാരം കൊണ്ട് പോകുന്നത്. എൻ്റെ അർത്ഥം, നമ്മളൊക്കെ നമ്മുടെ വഴിയിൽ നടക്കുന്നവരല്ല, നമ്മളെ നടത്തുന്ന വഴിയിൽ പോകുന്നവരാണ്. ദൈവം നടത്തുന്ന വഴിയിലൂടെ നടക്കുന്നവരാണ് നമ്മൾ. വീണ്ടും ജനിച്ച ദൈവമക്കൾ ദൈവം നടത്തുന്ന വഴിയിലൂടെ ദൈവത്തെ അനുധാവനം ചെയ്യുന്നവരാ, ഫോളോ ചെയ്യുന്നവരാ. ഹി ഈസ് ദ വൺ ഹൂ ലീഡ്സ് us. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്താണ്. നോക്കേ, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ അങ്ങ് പോയാൽ നമുക്ക് അങ്ങ് പോവും. ഹല്ലേലൂയ, കർത്താവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. നോക്കിയേ, ഈ സാന്നിധ്യമാണ് കർത്താവ് പറഞ്ഞു. ഈ നമ്മൾ പുറപ്പാടിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് ഈ ലേവ്യരും പുരോഹിതന്മാരും ഇതിനെ ചുമന്നു നടന്നതാണ്. പക്ഷേ യേശയ്യാ പ്രവാചകങ്ങളിൽ ദൈവം പറയുന്നത് അറിയുമോ? ഞാൻ അവരെ ചുമന്നു നടന്നെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കാണുമ്പോൾ നോക്കുമ്പോൾ മനുഷ്യരുടെ തോളിലെടുക്കുന്ന, ലേവ്യരുടെ തോളിലെടുക്കുന്ന നിയമ പെട്ടകം കൊണ്ടാണ് ഇവർ പോകുന്നത്. അത് എവിടെയെങ്കിലും പോയി അടുത്ത പാളയം പിടിക്കുമ്പോൾ അത് അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അവർ വീണ്ടും അവിടെ ക്യാമ്പ് ചെയ്യും. അപ്പോൾ മാനുഷികമായിട്ട് നോക്കിയാൽ അവർ ദൈവത്തെ ക്യാരി ചെയ്യുന്ന പോലെയാണ്.
ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പോയതാണ്. പക്ഷേ യേശാപ്രവാചകങ്ങൾ, എനിക്ക് സമയമില്ല വാക്യം വായിക്കാൻ, അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ആര്? ദൈവം തൻ്റെ ജനത്തെ ചുമന്നുകൊണ്ട് നടന്നെന്ന്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞ് ദൈവം തൻ്റെ ജനത്തെ കൊണ്ടു നടക്കുകയായിരുന്നു. ഈ മേഘവും സാന്നിധ്യം കൊണ്ട് ദൈവം തൻ്റെ മക്കളെ പൊതിഞ്ഞ് ദൈവമാണ് അവരെ ക്യാരി ചെയ്ത് കൊണ്ടുപോയത്. അവർ നോക്കുമ്പോൾ അവരാ ചുമക്കുന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, നിങ്ങൾ എന്നെ അല്ല ചുമന്നത്, എൻ്റെ സാന്നിധ്യ മഹത്വം നിങ്ങളെ പൊതിഞ്ഞുകൊണ്ട് ഞാനാ നിങ്ങളെ കൊണ്ടു നടന്നത് മരുഭൂമിയിൽ. ഓ, എൻ്റെ നിന്റെ ജീവിതത്തിൽ നമ്മൾ പൊതിഞ്ഞുകൊണ്ട് നടക്കുക. ദൈവം നമ്മളെ ചുമക്കുക. സാന്നിധ്യമുള്ള, അഭിഷേകമുള്ള, കൃപയുള്ള ദൈവമക്കളോട് പറയാം, നിന്നെ പൊതിഞ്ഞു വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. വിളകാത മേഘം നീർ മുൻസെല്ലും മേഘം നീർ, വിളഹാത മേഘം നീർ മുൻസെല്ലും മേഘം നീർ. ആവിയാണവരെ, അൻപിന്നാവിയാണവരെ, വല്ല ആവിയാണവരെ, തെളിവിനാവിയാണവരെ. ആവിയാണവരെ, അൻപിന്നാവിയാണവരെ, ആവിയാണവരെ, തെളിവിനാവിയാണവരെ. വിളഹാത മേഘം എന്ന് പറഞ്ഞത് മാറാതെ വിട്ടുപിരിയാത്ത മേഘം പോലെ. മുൻസെല്ലും മേഘം എന്ന് പറഞ്ഞത് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന മേഘം, മഹത്വം, ദൈവം. ഈ മരുഭൂമിയിൽ നമ്മൾ നടക്കുന്ന കാര്യം, നമ്മൾ നടന്നെങ്കിൽ പണ്ടേ തീർന്നു പോയനെ. ഇത് നമ്മളെ നടത്തുന്ന ദൈവം, നമ്മളെ വിട്ടുപിരിയാതെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ മഹത്വമാണ്. അത് വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ജനത്തെ മൂടുതേ ഒരു മഹിമയിൻ മേഘം, തം ജനത്തെ മൂടുതേ. വിളഹാത മേഘം നീ, മുൻസെല്ലും മേഘം നീ, വിളഹാത മേഘം നീ, മുൻസെല്ലും മേഘം നീ, വിളഹാത മേഘം നീ, മുൻസെല്ലും മേഘം നീ, വിളഹാത മേഘം നീ, മുൻസെല്ലും മേഘം നീ. ആവിയാണവരെ, അൻപിന്നാവിയാണവരെ, വല്ല ആവിയാണവരെ, തെളിവിനാവിയാണവരെ, അൻപിനാവിയാണവരെ. ഓഹോ, ആവിയാണവരെ, തെളിവിനാവിയാണവരെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. നമ്മളിത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വി ആർ ക്യാരിങ് ഗോഡ്. പക്ഷെ ഇൻ അതർ സെൻസ്, ഒരു തരത്തിൽ അത് ശരിയാണെങ്കിലും മറ്റൊരു തരത്തിൽ എൻ്റെ ആത്മാവിൽ ദൈവം വസിച്ചിട്ട് ദൈവമാണ് എന്നെ ചുമന്ന് നടക്കുന്നത്. കമോ, കാൽക്കല്ലിൽ തട്ടാതെ, കാൽക്കല്ലിൽ തട്ടാതെ പിടിച്ച് തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ, കല്ലിൽ തട്ടാതെ. Come on, sing it. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ, നമ്മുടെ ദൈവത്തെ, അപ്പന്റെ മുമ്പിൽ നമ്മുടെ സ്നേഹം ദൈവത്തിന്റെ മേൽ നമ്മൾ മിനിസ്റ്ററിംഗ് ചെയ്യണം. Come on. വിളിച്ചിടും തായെ പോലെയും, താലോലിച്ചിടും തായെ പോലെയും, അങ്ങേ മാത്രമുയർത്തിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ, അങ്ങേ മാത്രമുയർത്തിടുന്നേ എന്നേശുവേ, അങ്ങേ മാത്രം. We worship you, Lord. ഹല്ലേലൂയ. കർത്താവിനെ ഒരിക്കൽ കൂടെ കാര്യങ്ങൾ സ്തോത്രം ചെയ്ത്. അങ്ങനെ ഈ സാന്നിധ്യം ചുമന്നുകൊണ്ട് പോയി ഇസ്രായേൽ ജനം. ആമേൻ. ഈ മരുഭൂമിയിലൂടെ ചുമന്നു നടന്നു. സുരക്ഷിതരായി അവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്നു.
കനാൻ ദേശത്ത് അവരെ ആമേൻ ദൈവം പരിപാലിച്ചു. ആമേൻ അവർ പണിതിട്ടില്ലാത്ത വീട്ടിൽ അവരെ പാർപ്പിച്ചു. അവർ നട്ടിട്ടില്ലാത്ത തോട്ടത്തിൽ നിന്ന് അവർ അനുഭവിച്ചു. ആമേൻ ഹല്ലേലൂയ. ഇരുമ്പും ആമേൻ താമ്രവും വെട്ടിയെടുക്കുന്ന പാറക്കൂട്ടങ്ങളെ നൽകി. പാറയിൽ നിന്ന് പിളർന്നു വരുന്ന അഗാധ ജലം കൊണ്ട് ദൈവം അവരെ തൃപ്തിപ്പെടുത്തി. ദൈവം അവരെല്ലാം നിറച്ചു. ആമേൻ ഹല്ലേലൂയ. ആ സമയമൊക്കെയും ശീലോവിൽ ഒരു കൂടാരം ഉണ്ടായിരുന്നു. അവിടെയാണ് യഹോവയുടെ പെട്ടകം വരുന്നത്. മരുഭൂമിയിൽ നിന്ന് വന്ന ഈ പെട്ടകത്തെ പിന്നെ ശീലോവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ആമേൻ വെക്കുകയാണ്. ശീലോവിൽ ഉത്സവം ആമേൻ ആചരിക്കാൻ അവർ അങ്ങോട്ട് പോകുമായിരുന്നു. എന്നാൽ ചില തലമുറകൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇവരൊക്കെ ഈ മരുഭൂമിയിൽ ചുമന്നു നടന്ന ഈ സാന്നിധ്യത്തെ, പെട്ടകത്തെ മറന്നുപോയി. ഇവരെ ചുമന്നു നടന്ന ദൈവം, വഴി തുറന്നു കൊടുത്ത ദൈവം, സൗഖ്യമാക്കിയ ദൈവം, ജോലി കൊടുത്ത ദൈവം, സാലറി കൊടുത്ത ദൈവം, സമാധാനം കൊടുത്ത ദൈവം, നല്ല ആമേൻ ആമേൻ പ്രൊഫൈൽ കൊടുത്ത ദൈവത്തെ മറന്നുപോയിട്ട്, ദൈവമാണ് ഞങ്ങളെ ഇവിടെ ചുമന്നു കൊണ്ടുവന്നെന്നുള്ളത് മറന്നുപോയിട്ട് അവർ തോന്നിയ വഴികളിൽ നടന്നു. ദൈവഹിതത്തിൽ നിന്ന് വഴിമാറിപ്പോയി. സ്വന്തം ഇഷ്ടത്തിൽ അവർ നടന്നു. അന്ന് ഈ സാന്നിധ്യത്തെ കൈകാര്യം ചെയ്ത്, ഈ പെട്ടകത്തെ കൈകാര്യം ചെയ്തത് ആരായിരുന്നു അറിയുമോ? പെട്ടകം പിടിക്കപ്പെടുമ്പോൾ ഈ പെട്ടകത്തിൽ ശുശ്രൂഷ ചെയ്ത ആളുടെ പേരാണ് അറിയാവോ? ഏലി പുരോഹിതൻ. ഏലി പുരോഹിതന്റെ കാലത്ത് കണ്ണുമങ്ങിയിരുന്ന ഏലി പുരോഹിതൻ. അവൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വചനം ദുർലഭമായിരുന്നു. ആ കാലത്തിന് പ്രത്യേകത എന്നറിയുമോ? ദൈവത്തിൻ്റെ അരുളപ്പാടില്ലാത്തൊരു കാലഘട്ടം. കാരണം ദൈവത്തെ അന്വേഷിക്കുന്ന ജനമില്ല. ഈ സാന്നിധ്യവും പെട്ടകം ചുമന്നുകൊണ്ട് ഇവരെ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ അവർക്ക് ആർക്കും ദൈവത്തെ വേണ്ട. ദൈവത്തിൽ നിന്ന് അകന്നുപോയി, വിഗ്രഹങ്ങളുടെ പുറകെ പോയി. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു എന്ന ആമേൻ ആ ഒരു ക്ലൈമാക്സിലാണ് ആമേൻ ഹന്നയുടെ പ്രാർത്ഥന ഒരാൺ സന്താനത്തിന് വേണ്ടി. ആമേൻ ഹല്ലേലൂയ. ബർശബ മുതൽ ദാൻ വരെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കാൻ ദൈവം ഒരുവനെ കൊടുത്തു, ശമൂവേൽ. ആ ശമൂവേൽ ജനിച്ചു വീണത്, ആമേൻ വളർന്നു വന്നത് ഈ ഏലി പുരോഹിതൻ്റെ ആലയത്തിലാണ്. സാന്നിധ്യം ഇരിക്കുന്ന, പെട്ടകരിക്കുന്ന ആലയത്തിൻ്റെ ഉള്ളിൽ ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷകനായി ശമൂവേൽ ബാലൻ വളർന്നു വന്നു. ആമേൻ എത്ര പേരോടൊപ്പം ഉണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഒരു രാത്രി ഇതുപോലെ കിടന്നുറങ്ങുമ്പോൾ മക്കളെ എന്താ സംഭവിച്ചേ? ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു. മനസ്സിലായില്ല. ഏലിയെടുത്ത്, യജമാനനെ നീ എന്നെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല. വീണ്ടും ശമൂവേലേ ശമൂവേലേ, ദൈവമാണെന്ന് അറിയത്തില്ല. വീണ്ടും ചെന്ന്, യജമാനനെ നീ എന്നെ വിളിച്ചോ? ഇല്ല. ആമേൻ. പണ്ട് ചെറുപ്പകാലത്ത് ദൈവത്തിൻ്റെ വിളി കേട്ട് വളർന്ന ഏലിക്കറിയാം ഇത് ദൈവമാണ് വിളിച്ചത്, ഇത് ദൈവമാണ്. ആമേൻ. അപ്പം ഏലിക്ക് പരിചയമുണ്ട്, പക്ഷേ ഏലിയുടെ ചെവിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കയറുന്നില്ല. ശമൂവേലിന് പരിചയമില്ല, പക്ഷേ ശമൂവേലിൻ്റെ ചെവിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കയറുന്നുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വലിയ പാരമ്പര്യമൊന്നും പറയാനില്ല, പക്ഷേ ദൈവം പറഞ്ഞാൽ കേൾക്കും. ചിലർക്ക് പാരമ്പര്യമായി പോയി, തഴകിപ്പോയി, പറഞ്ഞ ദൈവം പറയണമെന്നും കേൾക്കുകയില്ല. പാരമ്പര്യമായിപ്പോയി. പെന്തക്കോസിലും പാരമ്പര്യമായിപ്പോയി. ഇപ്പം ദൈവിക അരുളപ്പാട് ദൂതെന്നും പറഞ്ഞാൽ മനസ്സിനകത്തോട് കയറില്ല. മനസ്സങ്ങനെ മരവിച്ചിരിക്കുക, കല്ല് പോലെ ഇരിക്കുക. പക്ഷെ ഇതൊന്നും അറിയാതെ ഓടി വരുന്ന ആമേൻ ദൈവ സാന്നിധ്യത്തിന് വിടുതലിന് വേണ്ടി ഓടി വരുന്നവരുണ്ട്. ജാതികളെന്ന് പറയുന്ന, വിശ്വാസികളെന്ന് പറയുന്നവർ, ആമേ അവജ്ഞയോടെ കാണുന്ന ജാതികൾ, അവർ കയറി വന്നിരിക്കുമ്പോൾ ദൈവം പറഞ്ഞാൽ അവർ കേൾക്കും. ദൈവത്തിൻ്റെ ശബ്ദം അവരുടെ ചെവിയിൽ കയറുന്നുണ്ട്. പക്ഷെ പരിചയവും അനുഭവസമ്പത്തുള്ളവർക്ക് ദൈവശബ്ദം കേൾക്കാനില്ല. ദാറ്റ്സ് ആൻ ഐറോണി. നമുക്കും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ. നമ്മളൊക്കെ വില കൊടുത്ത് ഇറങ്ങിയവരാ, കർത്താവിനോട് നിന്നവരാ. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ദൈവത്തിന് നമ്മളോട് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് അറിയുമോ? ദൈവത്തിന് തെറ്റുപറ്റിയതാണോ? എത്ര വർഷം ശുശ്രൂഷിച്ച് പരിചയമുള്ള പാസ്റ്റർ അവിടെ കിടന്ന് ഉറങ്ങുന്നത്? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്ന് അറിയുമോ? പ്രസംഗിച്ചും ദൂത് പറഞ്ഞു, തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. പുള്ളിയോട് ദൈവത്തിനൊന്നും പറയാനില്ല. ഇതൊന്നും അറിയാത്തൊരു ബാലനുണ്ട്, അവനെ തട്ടിഞ്ഞേപ്പ്, ശമൂവേലേ ഉറങ്ങുന്നവനെ കുലുക്കി എന്നേപ്പിക്കാം. ഉറങ്ങാത്ത, രാത്രി ഉറക്കില്ലാത്ത അപ്പച്ചനോട് ദൈവത്തിനൊന്നും സംസാരിക്കാനില്ല. തിരിഞ്ഞു മറിഞ്ഞങ്ങളൊക്കെ അപ്പച്ചനോട് ദൈവത്തിനൊന്നും പറയാനില്ല. കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആളുകളോട് ദൂത് പറയാനുണ്ട്. ഇതിൻ്റെ അകത്ത് കൂർക്കം വലിച്ചും രാത്രി കിടന്ന് ഉറങ്ങുന്നവരോട് ഞാൻ പറയാം. ചിലർ ഉറങ്ങാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നവരോട് ദൈവം സംസാരിക്കുന്നില്ല. കൂർക്കം വലിച്ച് ഉറങ്ങുന്ന തട്ടി എഴുന്നേൽപ്പിച്ച് ദൂതൻ ചവിട്ടിയൊക്കെ എഴുന്നേൽപ്പിച്ച് ദൂത് അവ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ആമേൻ, അതൊരു ഭയങ്കര വിടുതലിൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ ലക്ഷണമാണ്. കർത്താവ് എന്താ കാര്യം എന്നറിയോ?
എന്തുകൊണ്ടാണ് ശമൂലിനോട് ദൈവം സംസാരിക്കാതെന്നറിയാം? ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞിട്ടല്ല, പറഞ്ഞ കേൾക്കത്തില്ലെന്ന് കണ്ട ദൈവം പറയല. ദൈവം ഒരു ദൂത്, ഒരു അരുളപ്പാട് കൊടുത്താൽ ഈവൻ സ്റ്റെപ്പ് വെക്കത്തില്ലെന്ന് കണ്ട പിന്നെ ദൈവം അവിടെ സമയം കളയല. ഞാൻ പറയാൻ മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം ചെയ്തോട്ടെ. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളൊന്നും ദൈവം, ഞാൻ ചില സമയങ്ങളിൽ നമ്മൾ രാവും പകലിരുന്ന് പ്രാർത്ഥിക്കും, എന്നാലും ഞാൻ ശ്രമിച്ചത് കർത്താവിനോട് ഞാൻ പരിമം പറയും, കർത്താവേ എത്ര ദിവസം നിൻ്റെ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള നിൻ്റെ ശബ്ദം കേട്ടിട്ട് ഐ വോണ്ട് ടു ഹിയർ ദാറ്റ്. നമുക്കത് നമ്മുടെ അവകാശമാണ്. നമ്മളിൽ എത്ര പേര് ഈ ദിവസങ്ങൾ ചോദിച്ചുകൊണ്ട് കർത്താവേ നീ എന്നോടൊന്ന് സംസാരിക്കണേ. ഇതെല്ലാം ദൈവം സംസാരിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ്, എനിക്കറിയാതെ. പക്ഷെ എന്നാലും നമ്മളോട് പേഴ്സണലി വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മുറിയിൽ മകനെ മകളെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ശബ്ദം കേൾക്കണ്ടേ? കേൾക്കണോ? കേൾക്കണോ? കേൾക്കണം. അതിൻ്റെ അർത്ഥം ആ ബന്ധം ഇപ്പോഴും നമ്മൾ തമ്മിലുള്ള ആ ലൈൻ ഡിസ്കണക്റ്റ് ആയിട്ടുള്ളതിൻ്റെ തെളിവാണ്. ദൈവം നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ ദൈവികമായ ആലോചന നമ്മളെ ഉണർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നടക്കുന്ന ട്രാക്കിലാണ്. പക്ഷെ നമ്മുടെ മനസ്സ് തഴമ്പിച്ച് നമ്മൾ ഹൃദയം കഠിനപ്പെടുമ്പോൾ ചിലപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കത്തില്ല. until we repent and come back. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നോക്കിയേ, ശമൂവേലിനോട് ദൈവം പറഞ്ഞു, ആമേൻ. അപ്പോൾ ഏലി എന്ത് പറഞ്ഞു? മകനെ, ഇത് യഹോവയാണ്, അടുത്ത തവണ നീ വിളിക്കുമ്പോൾ അടിയൻ ഇതാ. ഉറക്കപ്പിച്ചാണെങ്കിലും കണ്ണ് തിരുമ്മിയിട്ട് മുട്ടുമുടക്കിയെന്ന് ഹല്ലേലൂയ പറയണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്? രാത്രി കാലങ്ങളിൽ ചിലർ പറയും, രാത്രി കാലങ്ങളിൽ ദൈവം എന്നെ തട്ടി ഉണർത്തി, ദൂതനിറങ്ങി തട്ടി എഴുന്നേൽപ്പിച്ചു, ഞാൻ ചാടി എന്നിട്ട് എൻ്റെ ആമേൻ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ ക്ഷീണം കൊണ്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ക്ഷീണം കൊണ്ട് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചു. നമ്മൾ വിചാരിക്കും ഇപ്പം എന്തോ ഗബ്രിയേൽ എന്തോ ദൂത് കൊടുത്തെന്ന്. നമ്മൾ ഇങ്ങനെ കേൾക്കാൻ നിൽക്കണം. എന്നിട്ട് അല്ല, പിന്നെ ക്ഷീണം കൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ സംഭവിച്ചെന്താ? ശമൂവേലിന് വന്ന ആദ്യത്തെ ദൂത് ഈ ഏലി പുരോഹിതനെ കുറിച്ചുള്ളതായിരുന്നു. ഈ അപ്പച്ചൻ പാസ്റ്ററിനെ കുറിച്ചുള്ള ദൂതായിരുന്നു ഈ ദാസനെ കൊടുത്തത്. ആ ദൂതിലൊരു കാര്യം പറയുന്നുണ്ട്, ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു. നമുക്കതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പെട്ടകത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് രാത്രി പറഞ്ഞു വന്നേ. ഈ ദൂത് പറഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു യുദ്ധം ഉണ്ടായത്. ആ യുദ്ധത്തിൽ ഏലിയുടെ മക്കൾ പട്ടുപോയി. ഏലി പുറകോട്ട് വീണ കഴുത്തോടിഞ്ഞ് മരിച്ചുപോയി. മഹത്വം, ആമേൻ, ഹല്ലേലൂയ. ആ യുദ്ധത്തിൽ ഫെലിസ്തീയർ ഈ പെട്ടകം കൊണ്ട് കടന്നു കളഞ്ഞു. ഇസ്രായേൽ ജനം യുദ്ധത്തിൽ തോറ്റു. ഹല്ലേലൂയ. പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകം പിടിക്കപ്പെട്ടെന്നറിഞ്ഞ് ഏലി മക്കളും രണ്ടാമക്കളും മരിച്ചു. പെട്ടകം പിടിച്ചെന്നറിഞ്ഞ് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു ഏലി മരിക്കുക. ശമൂൽ പറഞ്ഞ ദൂത് നിറവേറുക. ആ സമയത്തുണ്ടായ ഒരു കാര്യം, ഇഖബോദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരിച്ചുപോയ ഒരു മകൻ്റെ ഭാര്യ ഗർഭിണിയാ. അവൾ ആ വേദനയോടെ ഒരുവന് പ്രസവിച്ചു. അവൻ്റെ പേര് ഇഖബോദ് എന്നിട്ടു. ഇഖബോദിൻ്റെ അർത്ഥം ഇഖബോദ്, മഹത്വം പോയി. മഹത്വം ഇസ്രായേൽ. എന്താ മഹത്വം പോയി? പെട്ടകം കൊണ്ടുപോയി, പെട്ടകം പോയി എന്ന് പറഞ്ഞു ഇഖബോദ് എന്ന് പേരിട്ടു. മഹത്വം പോയി എന്ന് പറഞ്ഞ പേരിട്ടു. ഹല്ലേലൂയ. ഇതെവിടെയിരുന്നു? ഫിലിസ്തീർ പിടിച്ചിട്ടോ. അവരുടെ ചിന്ത, ഞങ്ങളുടെ ദേവന്മാരെ പോലെ ഒരു ദേവനാണ്, നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കുന്ന പുള്ളിയാണെന്ന് കരുതിയെ കൊണ്ടുപോയേ. ഏതാ? നമ്മൾ വെക്കുന്നിടത്ത് ഇത് ഇരുന്നോളും. ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഇരിക്കുന്നിടത്ത് തറച്ചു വെച്ചാൽ പിന്നെ അവിടെ നിന്ന് അനങ്ങിയല്ല. കുരിശി തറച്ചു വെച്ചാലും രൂപക്കൂട്ടിൽ കണ്ണാടിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ഇരുന്നോളും. പിന്നെ പുള്ളി ഇറങ്ങത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിച്ച പിന്നെ അവിടെ ഇരുന്നോളും എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതുകൊണ്ട് വെച്ച്. പക്ഷെ പ്രശ്നം തുടങ്ങി. അവിടെ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ യഹോവ അവരെ ബാധിച്ചു. ദൈവത്തിൻ്റെ കൈ ഫിലിസ്തീയർക്ക് ഭാരമായി. തൻ്റെ ജനത്തെയും തകർത്തു. അങ്ങനെ പല കാര്യങ്ങളും അത് അവരുടെ കയ്യിരിപ്പുകൊണ്ട് തകർന്നു പോയതാ. പക്ഷെ പെട്ടകമെടുത്ത് പിടിച്ചുകൊണ്ട് പോയി അതിലൊരു ആഘോഷം നടത്തിയപ്പോൾ ദൈവത്തിൻ്റെ കൈ ഭാരമായി. ഇതാണ് പെട്ടകത്തിൻ്റെ ഇമ്പോർട്ടൻസ്. മഹത്വത്തെ തൊട്ട അത് ആര് തൊട്ടാലും പ്രശ്നമാണ്. വ്യവസ്ഥയില്ലാതെ ആര് തൊട്ടാലും പ്രശ്നം. നമ്മൾ പുറകില്ലാതെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞ നിങ്ങൾ പിടികിട്ടുന്നുണ്ട് അതിൻ്റെ ഗൗരവം? ഈ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതിൻ്റെ ആഴം നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പെട്ടകം യഹോവയുടെ കൈ അവിടെ ഭാരമായി തീർന്നു. അവിടെ ഇതിരിക്കുന്ന എല്ലാവർക്കും മൂലക്കുരു ബാധിച്ചു. ബൈബിളിൽ വേറെ ഒരിടത്തും കാണുന്നില്ല ഈ ഒരു സ്ട്രേഞ്ച് ഫിനോമിന.
എല്ലാവരും പ്രഭുക്കന്മാരെല്ലാവരെയും രോഗം അങ്ങ് ബാധിച്ചു, നിലവിളിയായി. അവിടെ ഇതിരിക്കുന്നത് ഫിലിസ്തീനയുടെ നിലവിളി ആകാശത്തിൽ കയറിന. ഓ ലോർഡ് ഹല്ലേലൂയ. അവർ പ്രശ്നക്കാരെ വെച്ച് പ്രശ്നമൊക്കെ വെച്ച് നോക്കി. അവർ പ്രശ്നം വെച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ആ പ്രശ്നക്കാരുടെ ഉള്ളിലോട്ടും ചില അവരുടെ ടീം പറഞ്ഞു, അവരുടെ ആളുകൾ പറഞ്ഞു, ഇത് ഇവിടെ ഇരിക്കുന്നിടത്തോളം നിങ്ങളുടെ പ്രശ്നമാണ്. ഈ എടുത്തു വന്ന പെട്ടകം വേഗം തിരിച്ചു വിട്ടോ, ഇത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. അവർ ഒരു ആമേൻ 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 ഒരു പശുവിൻ്റെ മേലെ, ഇതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു തീർക്കുക. ഈ പെട്ടകം വെച്ച് ഇസ്രായേൽ ദേശത്തേക്ക് അവർ പറഞ്ഞു വിട്ടു. പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളുമായിട്ട് പെട്ടകത്തെ തിരിച്ചു വിടുന്നു. ഈ പെട്ടകം തിരിച്ച് വന്ന് കയറി. എവിടെ വന്നു? ആമേൻ. ദൈവത്തിൻ്റെ കൈ ഭാരമായി തീർന്നപ്പോൾ ഫിലിസ്തീയർ പെട്ടകത്തെ റിലീസ് ചെയ്തു. ഞാനിത് പറയട്ടെ, ആ ദൂതിന്നുകൊണ്ട് കാര്യം പറയാം. ചില സമയത്ത് ചിലയിടത്തൊക്കെ കയറി ശത്രു തൊട്ട ഈ 11 കേവിൽ പിടിക്കുന്ന പോലെയാണ്. എൻ്റെയും നിൻ്റെയും ചില വിഷയത്തിൽ കയറി ഇവൻ തൊടുമ്പോൾ സാട്ടാൻ ആക്ഷൻ ഉണ്ടാവും. പലയിടത്തും തൊട്ട് കളിച്ച് പലത്തേക്ക് കളിച്ചു. പക്ഷെ ചിലതിൽ കയറി പിടിക്കുമ്പോൾ പ്രവചനാത്മാവിൽ പറയാം, നിങ്ങളുടെ ചില പ്രശ്നത്തിൽ പിശാച് കയറി തൊട്ടത് അബദ്ധമായി എന്ന് പറയുന്ന നിലയിൽ ചില വിഷയങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇവൻ ഈ പ്രശ്നം ഇടണ്ടായിരുന്നു. ഈ പ്രശ്നം ഇട്ടതോടുകൂടിയാണ് ഇവൻ വിടുതൽ പ്രാപിച്ചത്. ഇവൻ ഇതോടുകൂടിയാണ് അവൻ ബ്രേക്ക് ത്രൂ അടിച്ച് പുറത്ത് വന്നതെന്ന് അവൻ ശത്രുവിനെ ഒരു അബദ്ധമായി തോന്നണം ചില വിഷയങ്ങളിൽ ആമേൻ തൊടുമ്പോൾ. ഇന്ന് ഞാനത് ആമേൻ അങ്ങനെ നിങ്ങളോട് ചില വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയത്തെ അങ്ങനെ അങ്ങ് ആമേൻ 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 കൺവേർട്ട് ചെയ്യാം. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. അതുപോലെ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. എന്താ സംഭവിച്ചതേ മക്കളെ? ഈ പെട്ടകം, ഓ മൈ ലോർഡ്. ഓക്കെ ലോർഡ്, വി വർഷിപ്പ് യു. അങ്ങനെ പെട്ടകം, ഓ ലോർഡ്, വി വർഷിപ്പ് യു. ലോർഡ്, വി പ്രൈസ് യു. 1 ശമൂവേലിൻ്റെ 7-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യം. 1 Samuel chapter 7 verse 1. Oh, we bless you. Hallelujah, 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 hallelujah. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നോക്കി. ആ ഓക്കെ, വെയിറ്റ്. ഞാൻ ഇത്രം പറഞ്ഞതിൻ്റെ അടുത്ത സെഗ്മെൻറ്റാണ് നമ്മളിവിടെ വായിച്ചത്. പെട്ടകം എന്ത് ചെയ്തു? ആമേൻ. അതിന് മുമ്പിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുകളിലുള്ള മോളെ ആ ഒരു വാക്യം വായിച്ചാൽ അതിൻ്റെ ഓക്കെ, അതിൻ്റെ 17 മുതൽ വായിച്ചു മോളെ. അല്ലല്ല, അതിൻ്റെ 14-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കേ. വണ്ടി ഷെമേഷിനായ യോശുവയുടെ വീട്ടിൽ വയലിൽ വന്നു നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. കണ്ടോ, ബത്ശേബനായവന്റെ വയലിൽ ആ കല്ലിൽ ഇന്നും കല്ലുണ്ടെന്ന് പറയുന്നത് അവിടെ കൊണ്ടുവന്ന് അവരെ തിരിച്ചിട്ട് അവർ ആര് പോയി? ഫിലിസ്തീർ തിരിച്ചു പോയി. ഓക്കെ, ആമേൻ ആമേൻ, പ്രൈസ് ഗോഡ്. ഇനി നോക്കിയേ 19-ാമത്തെ വാക്യം. ബത്ശേമെശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുക കൊണ്ട്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ പെട്ടകത്തിൻ്റെ ഫിലിസ്തീൻ്റെ കയ്യിലിരിക്കുന്ന പെട്ടകം അവിടെ ഭാരമായി തീർന്നു. പക്ഷേ ഇനി പെട്ടകം ഇസ്രായേൽ ജനത്തിൻ്റെ അതിർവരമ്പിലോട്ട് കയറുക. അടുത്ത ഒരു സെനാരിയോടെ പലവിധ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. എന്തിന്? ബത്ശേമെശ്യനായ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുക കൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. 50,070 പേര്. ഇവർ ജാതികളല്ല. എന്താണ് ചെയ്തത്? പെട്ടകത്തിൽ നോക്കി. ഈ ആർക്ക് ഓഫ് കവനൻ്റെ പ്രത്യേകത, ഇത് ആലയത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ മഹാപുരോഹിതൻ മാത്രം അകത്ത് കയറി ചെന്ന് യാഗം കഴിക്കുന്ന സ്ഥലമാണ്. ഫിലിസ്തീയരെ 50,000 പേരെ ദൈവം എന്ത് ചെയ്തില്ല? സംഹരിച്ചില്ല. പക്ഷെ ബത്ശേമെശ്യരിൽ 50,070 പേര് പോയി. കാരണം എന്താ? അവന്മാർക്ക് വ്യവസ്ഥയിൽ അവന്മാർക്ക് ഇത് അറിയത്തില്ല. യഹോവയുടെ പെട്ടകത്തെ എങ്ങനെ നോക്കണമെന്നല്ല. അവർക്ക് ദൈവത്തിൻ്റെ കൈ ഭാരമായി വന്ന് രോഗം പിടിച്ചു. അവരതിനെ പറഞ്ഞു വിട്ടു. ബഹുമാനത്തോടെ, വളരെ ആദരവോടെ, എല്ലാ റെസ്പെക്റ്റോടും കൂടിയാണ് ദൈവത്തിൻ്റെ യാഗപീഠത്തെ അവരായിരിക്കും. നമുക്കത് ഡീറ്റെയിൽസ് ആയിട്ട് വെച്ചാൽ കാണാം. പക്ഷെ ഇവിടെ നമുക്ക് കാണുന്നത് സ്വന്തം ജനം എന്ന് പറയുന്നവർ റെസ്പെക്റ്റ് ഇല്ലാതെ
വ്യവസ്ഥയില്ലാതെ വളരെ ഈസി മട്ടിൽ ചെന്ന് അതെടുത്ത് നോക്കി. എനിക്ക് തോന്നിയത് ഈ മലയാളികളുടെ എന്തോ ഒരു വകുപ്പുള്ള ടീമാണെന്ന് തോന്നുന്നത്. എവിടെ വെടിവെപ്പും ലാത്തി ചാർജ് എന്നാലും അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വേറെ ഇവിടെ ഈ ഗൾഫിൽ വരുമ്പോൾ വേറെ ഒരു ടീം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണാമല്ലോ. ആരെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മലയാളിയായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ജീവനും കൊണ്ട് ഓടി പോകേണ്ട സ്ഥലത്തും പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. വേറെ ഒരു നാട്ടുകാർക്കും ഇല്ല. ബെച്ചമേശ്ശേരിയുടെ ആരോ ഒക്കെ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, കർത്താവിന് സ്തോത്രം. നോക്കി 50,070 പേരാ പോയെ, സംഹരിച്ചു. ഓക്കെ, അവിടെ നിന്ന് അവരെന്ത് ചെയ്തു? അവർ പേടിച്ചു, ജനം വിലപിച്ചു. 20-ാമത്തെ വാക്യം, ഈ പരിശുദ്ധതയുമായ യഹോവയുടെ മുമ്പാകെ നിൽക്കാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആമേൻ ആരുടെ അടുക്കൽ പോകും? ഓ, അവർ വിലപിച്ചു. എന്താ സംഭവിച്ചത് ദൈവമക്കളെ? ഹല്ലേലൂയ. അവർ കിര്യത്തെയേര നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ഫിലിസ്ത്യർ യഹോവയുടെ പട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുകയും. അവർ കൈയൊഴിഞ്ഞു. സംഹരിച്ചതോടുകൂടി അവർ കൈയൊഴിഞ്ഞു യഹോവയുടെ പെട്ടകത്തെ. ഓക്കെ. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് കിര്യത്തെയേര അബിനാദാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എത്ര വർഷം വെച്ചു? 20 വർഷം വെച്ചു. എത്ര വർഷം വെച്ചു? 20 വർഷം യഹോവയുടെ പെട്ടകം അബിനാദാമിൻ്റെ കുന്നിൻ്റെ മുകളിലുള്ള വീട്ടിലിരുന്നു 20 വർഷം. ഇനിയാണ് നമ്മുടെ എന്താണ് നമ്മൾ ഈ ദൂതെടുത്തുന്നുള്ളതിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് വളരെ വേഗത്തിൽ നിങ്ങൾ ഉത്സാഹത്തോടെ കേൾക്കണം. ഇത് നമ്മുടെ ജീവിതമായിട്ട്, നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയുമായിട്ടും ഇന്ന് നിങ്ങൾ വന്ന് ഈ മീറ്റിങ്ങിൽ കണക്ട് ചെയ്തതുമായിട്ടുള്ള ബന്ധമുള്ള പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമ്മൾ കയറുന്നത്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ എടുത്ത് നമ്മളെ നിർത്തി, തീർന്നില്ലെങ്കിൽ നമ്മൾ നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം അത്രത്തോളം ആഴമുണ്ട് അതിന്. ഒക്കുന്നിടത്തോളം 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് കടന്നു പോകാൻ കഴിയും. എത്ര പേർക്ക് ഇത് നമ്മുടെ ജീവിതമായിട്ട് ഇനി റിലേറ്റ് ആകാവുന്നൊരു മേഖലയിലോട്ട് നമ്മൾ കയറുകയാണ്. നോക്കി, അബിനാദാമിൻ്റെ വീട്ടിൽ 20 വർഷം അവിടെ ഇരുന്നു. ഒരു കുഴപ്പമില്ല, ശാന്തം, സ്വസ്ഥം. ഈ 20 വർഷം പെട്ടകം അവിടെ ഇരുന്നു. ഇങ്ങനെ കാലം കഴിയവെയാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം, ദാവീദിന് ഹൃദയത്തിൽ ചിന്ത, ദൈവം എന്നെ, യഹോവയായ ദൈവം എന്നെ രാജാവാക്കി, ദൈവം എന്നെ ഇവിടെ ഉയർന്ന സ്ഥാനത്ത് വെച്ചു. പക്ഷേ പെട്ടകം ഇപ്പോഴും അബിനാദാമിൻ്റെ കുന്നിൻ്റെ മുകളിൽ ഇഗ്നോർഡായിട്ട്, നെഗ്ലക്റ്റഡായിട്ട് കിടക്കുന്നു. യഹോവയുടെ പെട്ടകത്തിന് വേണ്ട ബഹുമാനമോ വേണ്ട ആദരവോ ഒന്നുമില്ലാതെ അബിനാദാമിൻ്റെ വീടിൻ്റെ കുന്നിന് മുകളിലിരിക്കുന്നു. ആ ദൈവം എന്നെ രാജാവാക്കി, ഞാൻ ജെറൂസലേമിൽ വന്നു, ഇവിടെ ബെത്ലഹേമിൽ നിന്ന് ഒന്നുമില്ലായ്മ ഇവിടെ വന്നു, ശൗലിൻ്റെ രാജസിംഹാസനത്തെ എന്നെ ഏൽപ്പിച്ച് ഞാൻ എന്നെ രാജാവാക്കി. ഈ യഹോവയായ ദൈവത്തിൻ്റെ പെട്ടകം അവിടെ ഇരിക്കുന്നു തൻ്റെ ഹൃദയത്തിൽ. ഞാൻ പറഞ്ഞേ, ഈ ദാവീദിനെയൊക്കെ ദൈവം സ്നേഹിക്കാൻ കാര്യം എന്താണെന്നറിയോ? 4 പേര് പിടിച്ചുകൊണ്ടുവന്ന് ഈ പെട്ടകമാണ്. 50,000 പേര് നശിച്ചു പോയതിൻ്റെ കാരണം അവരതിനെ റെവറൻസ് ഇല്ലാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം ഇല്ലാതെ അതിനെ ഡീൽ ചെയ്തു. എന്നാൽ ദാവീദ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്ത, യഹോവയുടെ പെട്ടകം കൊണ്ടുവരണം. തൻ്റെ ജീവിതത്തിൽ ഓരോ ഉയർച്ച വരുമ്പോൾ ഉയർത്തി ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ദാവീദ് ജീവിക്കുന്നത്. ആ ഒരു ഗോഡ് കോൺഷ്യസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വഴിയിലൂടെ പോകുമ്പോഴും ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണക്കാരെന്ന് രാവും പകലും ആരും പറയാതെ, ഒരു ദൂതും ഒരു പ്രവാചകനും പറയാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട നമ്മുടെ ഒരു ചിന്തയാണ്, എൻ്റെ ജീവിതത്തിൽ എന്നെ കൊണ്ടുപോയത്, എന്നെ ഉയർത്തിയത്, എന്നെ ഇത്രത്തോളം ആക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലം, ഇനി വരുന്ന നിങ്ങളുടെ നാളുകൾ ദൈവം ചെയ്യാൻ പോകുന്നതും കൂടി കണ്ടുകൊണ്ടാണ് പറയണേ. നിങ്ങൾ ചിന്തിക്കാത്ത നിലയിൽ ദൈവം നിങ്ങളെ ഉയർത്തി വെക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. നിങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ദൈവം നിങ്ങളെ ഇരുത്തുന്ന സമയം വരുന്നു. എന്നും ഇങ്ങനെ നിങ്ങൾ കിടക്കത്തില്ല, എന്നും ഇങ്ങനെ ഇരിക്കത്തില്ല. ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കുള്ളിൽ കയറുന്ന ഒരു സമയം വരുന്നു. ആ കയറുമ്പോൾ ഓർക്കണം, ഇത് ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്. ആ ദൈവത്തിന് ഇങ്ങനെ ശുശ്രൂഷിച്ചാൽ പോരാ, ഇങ്ങനെ പോരാ. എൻ്റെ ആത്മീയ ജീവിതം ഈ നിലയിൽ പോയപ്പോൾ ഈ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനായി ജീവിക്കണം. ഹല്ലേലൂയ. ഇന്ന് ദുബൈയിലുള്ള ഞങ്ങളുടെ ഒരു ആൻറ്റി വിളിച്ച്, ഇന്ന് മീറ്റിങ്ങിൽ കണക്ട് ചെയ്തിട്ടില്ല. ആമേൻ. കരയാണ്. എനിക്ക് കർത്താവിന് വേണ്ടി വലിയ കാര്യം. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ആൻറ്റിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഹൃദയം നുറുങ്ങാണ്. കർത്താവിന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളോട് ഒരു ഉപവാസ പ്രാർത്ഥന 1-ാം ദിവസം, നമ്മുടെ ഹൃദയമൊക്കെ എങ്ങനെയാണ്? ദൈവത്തിന് വേണ്ടി വല്ലതും ചെയ്യണോ? കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി
ആമേൻ. എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് കർത്താവിനും കർത്താവിൻ്റെ രാജ്യത്തിനും കൊള്ളാകുന്നവനാകണമെന്നുള്ള ഒരു ചിന്തയെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വേവലാതി ഉണ്ടോ? വാസ്തവത്തിലുണ്ടോ? അല്ലെ നമ്മുടെയൊക്കെ പ്രശ്നമൊക്കെ ഒന്ന് മാറിയാൽ മതിയോ? അങ്ങനെയുള്ളവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കാരണം അവരൊരു ഡിഫറെൻറ്റ് ബ്രീഡാണ്. ഞാൻ പറയുന്നു, അവരൊരു വ്യത്യസ്തമായ ഒരു ബ്രീഡായിരിക്കും. അവർ സാധാരണ വിശ്വാസികളെപ്പോഴും ഒരു നോർമൽ ആളുകളായിരിക്കും. ദേ ആർ സംതിങ് ഡിഫറെൻറ്റ്. ആ ഡിഫറെൻ്റായ ആളുകൾ ദൈവം ഒരുക്കുകയാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ പറയാം, കാലം കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അങ്ങനെയുള്ള ആളുകൾ ദൈവം കൊട്ടാരത്തിലും ഉയരങ്ങളിലും ദൈവത്തിൻ്റെ ശുശ്രൂഷകളിലും സങ്കീർത്തനം എഴുതിപ്പിച്ച് ദൈവമഹത്വം കൊണ്ട് ദൈവത്തിൻ്റെ ആലയവും പണിത് അമ്മ ദൈവം മാനിക്കുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കിടക്കാൻ കുറേ പേര് വേണ്ടേ? ഇതൊക്കെ കണ്ട് സ്തോത്രം പറയാൻ വേണ്ടി കുറേ പേര് വേണ്ടേ? നിങ്ങൾ കണ്ട് സ്തോത്രം ചെയ്യാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ വേണോ, അതോ കൊണ്ട് സ്തോത്രം ചെയ്യുന്നവരാകണോ? കണ്ട് സ്തോത്രം ചെയ്യണോ, കൊണ്ട് സ്തോത്രം ചെയ്യണോ? ഓ, സ്തോത്രം മകനെ, ഇത് കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യണോ, അതോ കൊണ്ടുപോയി സ്തോത്രം ചെയ്യണം? എല്ലാം മനസ്സിലായോ? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചുമന്നുകൊണ്ട് പോയി കർത്താവിന് വേണ്ടി ചെയ്ത് അതിൻ്റെ ഭാഗവാക്കുകളാണോ, അത് ഭാഗവാക്കുകളാണെന്ന് നോക്കിക്കൊണ്ടിരിക്കണം? നോ, ഡോണ്ട് മിസ് ഇറ്റ്. മിസ് ചെയ്യരുത്. ആത്മീക കോളത്തിൽ ദൈവം പലരെ ഉപയോഗിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്യാൻ കുറേ പേര് വേണ്ടേ? ദൈവം റോയ് ബ്രദറിനൊരു ഭയങ്കര അത്ഭുതം ചെയ്തിരിക്കുന്നു, കാണുവീൻ കേൾപ്പീൻ, ഫോർവേഡ് ചെയ്യാൻ കുറച്ച് പേര് വേണ്ടേ? അല്ലേ? അപ്പം നമ്മളിത് ഫോർവേഡ് ചെയ്യുന്ന ആളുകളല്ല, ഈ കണ്ടന്റ് ക്രിയേറ്ററാണ്, ഈ സ്റ്റോറി ക്രിയേറ്റേഴ്സാണ്. ഇതിൻ്റെ റീസണുകളായി തീരണം. എത്ര പേര് ആമേൻ പറയുന്നു രാത്രി? അല്ല, എത്ര പേര് കർത്താവേ ഞാൻ റെഡിയാ? എത്ര പേര് കർത്താവേ ഞാൻ റെഡിയാ, എന്നെ അങ്ങനെ ആക്കണമേ? ഹല്ലേലൂയ. നിന്റെ മഹത്വത്തിൻ്റെ റീസണുകളാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണേ. ദാവീദ് അങ്ങനെ ചിന്തിച്ചേ. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. നോക്കേ, ഓക്കെ. അപ്പോൾ അവിടെ അബിനാദാമിൻ്റെ വീട്ടിൽ എത്ര വർഷം വരുന്നെന്ന് പറയണേ? 20 വർഷം വരുന്നു. ഇനി നമ്മൾ വേഗത്തിൽ തിരിച്ച് പെട്ടെന്ന് 1 ശമൂവേൽ ആമേൻ എടുത്ത വാക്യത്തിലേക്ക് വേഗം വന്നേ, 6-ാം അധ്യായത്തിലോട്ട്. ഓ റിഖലബസ്സെക്കെരിയാന്തേ. അനന്തരം ദാവീദ് 6:1 അല്ലേ? ഇനി 6:1 ഇതും കൂടി വായിച്ചാൽ നിർത്താൻ പോണേ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് തീരില്ല എനിക്കറിയാം, നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഹല്ലേലൂയ. വായിച്ച മോളെ 2 ശമൂവേൽ 6:1. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ ദാവീദ് എങ്ങനെയാണ് ചെയ്തത്? 30,000 വിരുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങികളല്ല, നല്ല വിരുദ്ധന്മാര്. എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് പറയാൻ നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല ചുണക്കുട്ടന്മാർ 30,000 പേരെ എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ വിചാരിക്കുന്നത് പെട്ടകം എന്ന് പറഞ്ഞ ഒരു ട്രെയിലറിൻ്റെ അത്ര ഉള്ളതൊന്നുമല്ല. സൈസ് ഇത് ചെറുതാ, പക്ഷെ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഓണർ. ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവത്തെ ഓണർ ചെയ്യണം, ബഹുമാനത്തോടെ കൊണ്ടുവരണം. തൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല ഫോഴ്സിനെ അയച്ചു. കണ്ടോ? ആ മെൻറ്റാലിറ്റി നമ്മളെപ്പോഴും നോക്കണം. ആ ദൈവത്തിന് വേണ്ടി എപ്പോഴും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദാവീദിനെ, എന്നെ ഓണർ ചെയ്ത് ദൈവത്തെ എനിക്ക് ഓണർ ചെയ്യണം, നല്ല ഗംഭീരമായിട്ട് കൊണ്ടുവരണം. 30,000 വിരുദ്ധന്മാരെ, ചുണക്കുട്ടന്മാരെ അയച്ചിട്ട് എന്ത് ചെയ്തു? കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദായിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. ആഹാ, വലിയ ജനം. പുള്ളി കൊണ്ടുപോകാന്നല്ല പറഞ്ഞു, പുള്ളിയും കൂടെ പോയി. എന്ത് സംഭവിച്ചു? വായിച്ചോ. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീദാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീദാദാബിന്റെ പുത്രന്മാരെ ഒരു വണ്ടിയിൽ കയറ്റി 30,000 പേരും പോയിട്ട് കയറ്റി കൊണ്ടുവന്നു. ഓക്കെ. അബീദാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. ആരാണ്? അബിനാദാമിന്റെ മക്കള്, 2 മക്കൾ. ആ മക്കൾ അതിനെ നയിച്ചു. അപ്പോൾ ഈ അബിനാദാം എന്ന് പറഞ്ഞ ആളാരാ? നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എവിടെയാ ഈ പെട്ടകം ഇരുന്നത്? എത്ര വർഷം ഇരുന്നു ഈ പെട്ടകത്തെ? എത്ര വർഷം നോക്കി? 20 വർഷം ഈ പെട്ടകത്തെ നോക്കിയ അവിടെ നിന്ന് ആ അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളാണ് ഈ വണ്ടിയെ തെളിച്ചുകൊണ്ട് വരുന്നത്. അതിൻ്റെ ഒരാളുടെ പേരെന്താണ്? ഉസ. ഒരാളുടെ പേര്. അപ്പം ഇത് വഴിയിൽ കൂടി നടന്നു പോയ ആളുകളൊന്നുമല്ല, ഇവരുടെ വീട്ടിൽ ഇരുന്ന് വെച്ച സാധനമാണ്. ഇവരുടെ വീട്ടിൽ ഇരുന്ന
ഈ പെട്ടകത്തെ ഇറക്കി കൊണ്ടുപോവാണ്. ഞാൻ നിങ്ങൾക്ക് ഇതൊരു സ്റ്റോറിയല്ല, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ വീട്ടിൽ 20 വർഷം ഇരുന്ന ഈ പെട്ടകം കൊണ്ട് പോവുകയാണ്. അപ്പം എന്ത് സംഭവിച്ചു? അഹ്യോവും പുതിയ വണ്ടി തെളിച്ചു. നല്ല ബിരുദന്മാരെ പോലെ അങ്ങ് വായിക്കുക. കുന്നിന്മേലുള്ള അബീദാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുൻപായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുൻപായി നിർത്തി. എങ്ങനെ കൊണ്ടുവരുന്നേ? നമ്മൾ പാടുന്ന പോലെ ഇങ്ങനെ ചുമ്മാ ഷർട്ട് പോലും ചുളുങ്ങാത്ത പാട്ടൊന്നുമല്ല, അനങ്ങാത്ത പാട്ടൊന്നുമല്ല. അവരടിച്ച് താളമേളത്തോടെ പാടി ആരാധിച്ച് തകർത്ത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചു? എത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. കാള വിരണ്ടത് കൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. ഒരു നിമിഷം അവിടെ ശ്രദ്ധിക്കുക. ഉസ്സ ആരാണ്? അബിനാദാമിന്റെ മകൻ. അബിനാദാം ആരാണ്? പെട്ടകത്തെ 20 വർഷം വീട്ടി വെച്ചത്. ആമേൻ, ആമേൻ, പ്രൈസ് ഗോഡ്. 20 വർഷം ഈ പെട്ടകം ഇരുന്നടുത്തെന്നാണ് കൊണ്ടുപോകുന്നത്. ഈ 20 വർഷം ഈ പെട്ടകത്തെ നോക്കിയ ആളുടെ സ്വന്തം മകനാണ് ഉസ്സ. സ്വന്തം അബിനാദാമിൻ്റെ സ്വന്തം മകനാണ്. പക്ഷേ കാള വരണ്ട് പെട്ടകം വീഴാൻ തുടങ്ങുമ്പോൾ ഉസ്സ കയറി ഒന്ന് സഹായിച്ചു. യഹോവയുടെ കോപം ജ്വലിച്ചു. ഈ ഒരു ദൈവം ആയിരുന്നു ഇപ്പോഴെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ, ഈ പറയാൻ ഞാനോ കേൾക്കാൻ നിങ്ങളോ ഉണ്ടാകത്തേയില്ലായിരുന്നു. ഈ സൂം മീറ്റിങ്ങിൽ ആരും ഉണ്ടാകത്തില്ലായിരുന്നു. ഒന്ന് സഹായിക്കാൻ കൈ നിർത്തിയപ്പോൾ അങ്ങ് പരിപാടി തീർക്കാനാണെങ്കിൽ എപ്പോഴേ നമ്മളൊക്കെ എവിടെയാണെന്ന് ആർക്കറിയാം? അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നുമല്ല, ഞാൻ നല്ല സെറ്റപ്പാണെന്ന് പറയാമെങ്കിൽ കർത്താവിന് സ്വതന്ത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അങ്ങ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കൃപായുഗത്തിൽ വന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. ആ പെട്ടകത്തിന് അടുത്തെങ്ങാനും കൂടി നീ അന്ന് പോകാഞ്ഞത് ഭാഗ്യം. കാരണം നീ ഉറപ്പം നീ കയറി പിടിക്കുമെന്ന് എനിക്കറിയാം. സഹായിക്കാം. ഓ ജീസസ്. എത്ര പേരിനോടൊപ്പം ഉണ്ട് ഇന്ന് രാത്രി? ഹല്ലേലൂയ. അവൻ ഇവിടുത്തെ ഒരു വ്യവസ്ഥ ചിന്തിക്കണേ. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ക്ഷണത്തിൽ എന്താ ചെയ്തിരിക്കണം മോളെ? ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് പലരും വിചാരിച്ചു ഇതെന്തൊരു പരിപാടി, ചിന്തിച്ചില്ലേ? ഉള്ള സത്യം പറ. എന്നാൽ ഇത് ശരിയായില്ല. ചിന്തിച്ചിട്ടില്ലേ നിങ്ങൾ? ഇതെന്ത് പരിപാടി നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? 20 വർഷം വീട്ടിലിരുന്ന പെട്ടകം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി തെളിച്ച് സഹായിക്കുകയാണ്. അത് താഴെ വീണ് കഴിഞ്ഞാൽ അതിന് ഏനക്കേട് സംഭവിക്കും. അതുകൊണ്ടൊന്ന് സഹായിച്ചു. അതോടെ തീർന്നു ക്ഷണത്തിൽ. അതിന് കർത്താവിന് ഇത്ര കോപം ഉണ്ടാകാനുള്ള കാര്യം എന്താ? അവിടെ കോപം ഉണ്ടാകാനുള്ള കാര്യം എന്താ? ഹല്ലേലൂയ. നമുക്കറിയാം കൃപായുഗത്തിലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എക്സ്ട്രാക്റ്റ് നമ്മുടെ ലൈഫിലേക്ക് വരാനുണ്ട്. ഇത് നമുക്ക് ശരിക്കും അറിയണമെങ്കിൽ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഇവിടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല. ഇത് നമുക്ക് ശരിക്കും മനസ്സിലാണെങ്കിൽ 1 ദിനവൃത്താന്തം പുസ്തകം 16-ാം അധ്യായം എടുക്കണം. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 14, 13. ഓക്കെ. ഓക്കെ, 1 ദിനവൃത്താന്തം 13 എടുത്തേ. Okay. Oh Jesus Christ, we worship you. Yes, we are going to close. Oh Lord, we worship you.
15 വരെയുള്ള വാക്യം. 1 ദിനവൃത്താന്തം 15 ആദിയിൽ നിങ്ങൾ തന്നെ അത് നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ. നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവിൻ. ഇപ്പൊ എന്താ പറഞ്ഞു? നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ആരോട് പറഞ്ഞു? ലേവ്യരോട് പറഞ്ഞു. മറ്റത് ലേവ്യരല്ല ചെയ്തേ, കാളവണ്ടി പുറത്താ വെച്ചേ, ശുദ്ധീകരണമില്ല, ഒന്നുമില്ല, ചെന്നിങ് എടുത്തിട്ട് വരാമെന്ന് കരുതി എടുത്തിട്ട് വന്നതാ. ഇപ്പോൾ പറയുന്നത് ലേവ്യരോട് പറയാം, നിങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് വേണം ഇത് എടുക്കാൻ പോകാൻ. അടുത്ത വാക്യം. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായകൊണ്ട്, ആദിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാഞ്ഞതുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഛേദമുണ്ടാക്കി. നിങ്ങൾ കൊടുക്കേണ്ട മാന്യതയോടെ അല്ല, വ്യവസ്ഥ പ്രകാരമല്ല അത് ചെയ്തത്. ലേവ്യര് ശുദ്ധീകരിച്ചുകൊണ്ട് ചെന്ന് എടുത്തുകൊണ്ട് വരേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്തു? കാളവണ്ടി പുറത്ത് കൊണ്ടുവന്നു. വായിക്ക്, യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്, അങ്ങനെ പുരോഹിതന്മാരും നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. ഒന്നുകൂടി പറഞ്ഞേ, നാം അവനെ നിയമപ്രകാരം അല്ലല്ലോ അന്വേഷിച്ചത്. ദൈവത്തെ അന്വേഷിക്കേണ്ട രീതിയിലല്ലല്ലോ അന്വേഷിച്ചത്. ദൈവത്തെ ബഹുമാനിക്കേണ്ട രീതിയിലല്ലല്ലോ ബഹുമാനിച്ചത്. വ്യവസ്ഥ പ്രകാരം അല്ലല്ലോ ഞങ്ങൾ ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലേവ്യർ നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കണം. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്ന്, പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം. നമുക്ക് സമയത്തിന് നമുക്ക് ബാക്കി നാളെ നമുക്ക് ചിന്തിക്കാം, തീരെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ കേട്ടോ. മോശ പറഞ്ഞതുപോലെ ഈ പെട്ടകം കൊടുത്ത ആളാരാ? ആരുടെ കാലത്തെ പെട്ടകം വന്നേ? മോശയുടെ കാലത്താണ്. ആ സമയത്ത് പെട്ടകം കൊടുത്തപ്പോഴേ ഇതെങ്ങനെയാണോ എന്നുള്ള വ്യവസ്ഥയും കൊടുത്തിട്ടുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് എല്ലാം ക്രമീകരിച്ച് അവരിപ്പോൾ എന്ത് ചെയ്യാൻ പോവുക? പെട്ടകത്തെ എടുക്കാൻ പോവുക. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ച് നിൽക്കുന്ന എവിടെയാണ്? ഉസ്സയെ ദൈവം എന്തുകൊണ്ട് സമ്മതിച്ചു? അതിനുള്ള മറുപടി ഇതിൻ്റെ അകത്തുണ്ട്. വ്യവസ്ഥ പ്രകാരമല്ല, ചട്ടപ്രകാരമല്ല, നിയമപ്രകാരമല്ല, ദൈവം കൽപ്പിച്ച പ്രകാരമല്ല എടുത്തത്. പിന്നെ എന്ത് പ്രകാരം എടുത്തത്? ദാറ്റ് ഈസ് അവർ തോട്ട്. പിന്നെ എന്ത് പ്രകാരം എടുത്തത്? ബൈബിളൊക്കെ മടക്കിക്കോ. ഹല്ലേലൂയ. ഇവിടെ ഇനി ഈ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. അബിനാദാമിൻ്റെ വീട്ടിലായിരുന്നു 20 വർഷം വീട്ടിലിരുന്ന പെട്ടകമല്ലേ? 20 വർഷമായിട്ട് കാണുന്നതല്ലേ? ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്നാരും ചിന്തിച്ചു? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 20 വർഷമായിട്ട് രാവും പകലും കാണുന്ന സംഭവമാണിത്. ഇത് ഇത്രയൊക്കെ ഉള്ളൂ. കംപ്ലാസൻസി എന്ന് വെച്ചാൽ അതിപരിചയത്വം. ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇതൊരു മരത്തിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം. പണ്ടെന്തൊക്കെയോ ഭയങ്കര സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. 20 വർഷമായില്ലേ? മരവിച്ചിരിക്കുന്ന പോലെ ഒരു ഫ്രീസ് ആയിരിക്കുന്ന പോലത്തെ സാധനമാണെന്ന് അവർ ചിന്തിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന്? ഡ്യൂ റെസ്പെക്റ്റ് വിട്ട് കളഞ്ഞു, പരിചയം കയറി. നമ്മൾ ആത്മീയ ശ്രദ്ധിക്കേണ്ട ഒരു അപകടകരമായ ഒരു കാര്യമാണ്. പരിചയം കയറി. സ്തോത്രം ചെയ്ത് ആലോചിച്ചു മുട്ടുമടക്കിയിരുന്ന തന്നെ പ്രാർത്ഥന വരും. ഈ വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പോൾ തന്നെ വണ്ടി ഓടുമായിരുന്നു? ഇല്ല. ഇപ്പം തന്നെ ഓടാൻ തുടങ്ങിയിട്ടില്ല ഏതാണ്ടൊക്കെ? ഇല്ല, ഞാൻ ശരിയല്ലേ? ഇപ്പം ഏകദേശം തന്നെയല്ലേ ഓടുന്നത്. പക്ഷെ വണ്ടി പഠിക്കുന്ന സമയത്ത് തന്നെ ഓടത്തില്ല. കണ്ണും കാതും കുറിപ്പിച്ച് ഇങ്ങനെ പിടിച്ചിരുന്ന് ഓടിക്കത്തുള്ളൂ. എല്ലാ മിററും നോക്കി, എല്ലാ ഇൻഡിക്കേറ്ററും ഇട്ട് കംപ്ലീറ്റ് പുറത്തോട്ട് ഗ്ലാസ് ഇട്ടിട്ട് നോക്കിയിട്ടൊക്കെ വണ്ടി എടുക്കുള്ളൂ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലായിടത്തും പോകണ്ട. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താലോചിച്ചാലും വണ്ടി ഓടിക്കുള്ളൂ, അല്ലേ? ആണ്. അനുഭവത്തിൽ നിന്നാണ് ഞാനും പറയുന്നത്. ഇപ്പം അങ്ങ് അതിപരിചയം. ഇപ്പോൾ ഇതൊന്നും വലിയ കാര്യമില്ല. വണ്ടി ഓടിച്ച് 120 പോകണം വലിയ കാര്യമാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മളൊന്ന് പോയതാ ലോറി, ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ആദ്യമൊക്കെ ഇത് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടുകൂടിയൊക്കെയാണ് എല്ലാം ചെയ്തത്. പക്ഷെ കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടകമല്ല ഇരിക്കുന്ന. ഈ പോണ വഴിക്കും എന്തായിരിക്കും എന്ന് വെച്ചാൽ 20 വർഷം ഞങ്ങൾ കണ്ട പെട്ടകമാണ്. ഇത് നമുക്കറിയാവുന്ന സംഭവമാണ്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടെ? 2 അന്യഭാഷ പറഞ്ഞ് ഒന്ന് ആരാധിച്ച് കൈയടിച്ച് ചെയ്യുമ്പോഴത്തേക്കും പെന്തക്കോസ് തീർന്നു. നമുക്ക് എത്ര കാലമായി നമ്മളിത് അറിയുന്നത്? ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല എന്നാണ് ആത്മസാന്നിധ്യത്തെ പലരും ചിന്തിക്കുന്നത്. ആരാധനയെ കാണുന്നത്, പ്രാർത്ഥനയെ കാണുന്നത്, ഉപവാസ പ്രാർത്ഥനയെ കാണുന്നത്. ഇന്നും പലരും ഇതിനകത്ത് വന്നിട്ടില്ല. ഒക്കെ എത്രയോ നാളുകളായി നമ്മൾ ഉപവസിക്കുന്ന പ്രാർത്ഥന. ഇതിലൊന്നും വലിയ കാര്യമില്ലാന്നേ.
ആത്മീയ കാര്യങ്ങളോടും ദൈവിക കാര്യങ്ങളോടും ഒരു അതിപരിചയത്വം കയറുകയാണെന്നല്ല, കയറിയിരിക്കും. അതിനെ ഇറക്കി വിടുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ കയറും ഈ സംഭവം. നമ്മളിതിലിങ്ങനെ തഴകിയും പഴകിയും പോകുമ്പോൾ ഇതിൻ്റെ ഉള്ള ഒരു സീക്രട്ട്നെസ് ഉണ്ട്, ഒരു പാവനത്തുണ്ട്, ഒരു ബഹുമാനം കൊടുക്കേണ്ട ഒരു റെവറൻസ് ഉണ്ട്, ഗൗരവമായ ഭാഗമുണ്ട്. ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് എ ലിവിങ് ഗാഡ്, എ ഹോളി ഗാഡ്. ഇതെല്ലാം നമ്മൾ ഈ ആരാധനയും പ്രാർത്ഥനയൊക്കെ ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ജീവനുള്ള ദൈവവുമായിട്ടുള്ള ഇടപാടാണിത്. ഇത് മനുഷ്യരുമായിട്ടുള്ള ഇടപാടല്ല. നിങ്ങളെ റോയ് ബ്രദറിനെ വിളിച്ചത് പാസ്റ്റേഴ്സ് ഒന്നുമല്ല, യേശുവാണ് വിളിച്ചത്. യേശുവിനെ കണക്ക് കൊടുക്കണം. നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ തന്നത് പാസ്റ്റർമാരോ സെൻട്രൽ പാസ്റ്റർ ഒന്നുമല്ല, ഇവാഞ്ചലിസ്റ്റുകളൊന്നുമല്ല, ജീസസ് ആണ്. കണക്കുണ്ട്. ആ കർത്താവിനുള്ള ബഹുമാനവും കർത്താവിനുള്ള കാര്യത്തിലുള്ള ബഹുമാനവും ആദരവും നഷ്ടപ്പെടാൻ പാടില്ല. ഉസൈക്കത് നഷ്ടപ്പെട്ടു പോയി. ലേവ്യർ പിടിക്കേണ്ട അടുത്ത് പോയി പിടിക്കാം. എന്താണേലും കുഴപ്പം. ഈ പെട്ടെന്ന് നമ്മൾ 20 വർഷമായിട്ട് കാണുന്ന സംഭവമല്ലേ എന്ന് കരുതി കയറി പിടിച്ചതാ. ഇത് പറയാതെ വിട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ചിന്തയുണ്ടാവും. അതുകൊണ്ട് ഞാൻ പിടിച്ചിരുത്തി പറയണം. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്താ പറയുന്നത്? ദൈവത്തിന് എന്തുകൊണ്ടാണ് ദേഷ്യം ഉണ്ടായത്? കാരണം എന്താണെന്നറിയാമോ? ഒരു ബഹുമാനമില്ലാതെ. എന്നാൽ വീടിൻ്റെ അകത്തിരുന്നപ്പോൾ കർത്താവ് അത് മൈൻഡ് ചെയ്തില്ല. ജനക്കൂട്ടത്തിന് നടുവിൽ പെട്ടകം ഇറങ്ങുക, വ്യവസ്ഥയുള്ള ജനത്തിന് നടുവിലൂടെ പെട്ടകം പോകുക, രാജാവ് പെട്ടകത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. വീടിൻ്റെ അകത്തായിരിക്കുമ്പോൾ ഒരു വിഷയമല്ല. നൗ ഇറ്റ് ഈസ് ഇൻ പബ്ലിക്. ഈ പെട്ടകം ഇപ്പോൾ പബ്ലിക് പ്ലേസിലാണ്. ഇതിനൊരു വ്യവസ്ഥയുണ്ട്. ആ സാഹചര്യത്തിൽ ദൈവം കണ്ണടച്ചാൽ ബാക്കിയുള്ള ജനവും ഇത് തന്നെ ചെയ്യും. അബിനാദാമിൻ്റെ വീട്ടിൽ നിന്ന് റെവറൻസ് ഇല്ലാതെ കൊണ്ടുപോയി വെക്കുന്ന പെട്ടകത്തെ ഇനി ആരും ബഹുമാനിക്കാനും പോകുന്നില്ല. യു ഗെറ്റ് ദ പോയിന്റ്. ദിസ് ഇസ് സീരിയസ് പോയിന്റ്. ബഹുമാനവും വ്യവസ്ഥയും ഇല്ലാതെ ഈ പെട്ടകം കൊണ്ടുപോയി വെച്ച ഇസ്രായേൽ ജനം മുഴുവനും മര്യാദ വിട്ടു നടക്കുന്ന ദൈവത്തിന് അറിയാം. ഗോഡ് വാണ്ട് ടു സെറ്റ് ദ റെക്കോർഡ് സ്ട്രെയിറ്റ്. ഹി കാൻ കോംപ്രമൈസ് ദാറ്റ്. കർത്താവ് അങ്ങനെ കോംപ്രമൈസ് ചെയ്താൽ ഈ പെട്ടകം ഫെരിസേർ എടുത്തിട്ട് പോയ പോലെ വീണ്ടും സംഭവിക്കും. കർത്താവിനെ നിർത്തി നോക്കുള്ളൂ. ആമേൻ. അതിൻ്റെ അർത്ഥം ഔട്ട് ഓഫ് ഓൾ ഗുഡ് തിങ്സ്, കർത്താവ് ശാസിക്കുന്നതിൽ പോലും ഒരു നന്മയുണ്ട്. കർത്താവ് ശിക്ഷിക്കുമ്പോൾ പോലും അതിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന ഒരു വലിയ നന്മ നമുക്ക് കാണണം. ഹല്ലേലൂയ. എത്ര പേര് ഇത് രാത്രി കർത്താവിനെ സ്തുതിക്കും? ഞാൻ നിർത്താൻ പോവുകയാണ്. തൽക്കാലം ഞാൻ അവിടെ നിർത്തി. ഇത് പറയാതെ നമുക്ക് പോകാനൊക്കത്തില്ല. വൈ ദ ലോർഡ് കിൽ ഉസ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോയതാണ്. എന്നാൽ ഹല്ലേലൂയ, ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഈ 20 വർഷം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. തീർന്നു. നമുക്ക് എഴുന്നേക്കാം. ദൈവത്തിനെ എഴുന്നേറ്റിക്കാം. Come on, everybody. Stand on your feet. We are going to close. 20 വർഷം അബിനാദാമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നിട്ട് അവിടെ ഒരു അത്ഭുതവും സംഭവിച്ചില്ല. ഫെലിസ്ത്യരായിട്ട് കറക്കിയ പെട്ടകമാണ്. 50,070 പേരെ സംഹരിച്ച പെട്ടകമാണ്. പക്ഷെ അബിനാദാമിൻ്റെ വീട്ടിൽ ഇത് സൈലൻ്റ് ആയിരുന്നു. ഇതിന് ഒരു എഫക്റ്റും ഇല്ലാത്തൊരു കാലമായിരുന്നു 20 വർഷം. ഒന്നും സംഭവിച്ചില്ല. അനുകൂലമായത് സംഭവിച്ചില്ല, പ്രതികൂലമായി സംഭവിച്ചില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഫ്രോസൺ. ദൈവത്തിൻ്റെ സാന്നിധ്യം ചലിക്കാത്തൊരു 20 വർഷം അബിനാദാമിൻ്റെ വീട്ടിൽ. ഇനി ഞാൻ നിങ്ങൾ വചനത്തിൽ നോക്കിയാൽ ഈ പെട്ടകം ഇരുന്നതുകൊണ്ട് അബിനാദാമിന് ഒരു ഗുണം ഉണ്ടായില്ല. നഷ്ടമല്ലാതെ ഒരു ഗുണം ഉണ്ടായില്ല. 20 വർഷം പെട്ടകത്തെ നോക്കിയിട്ട് ഒരമ്മകൻ പോയതല്ലാതെ ഈ പെട്ടകത്തിൽ നിന്ന് ഒരു ബ്ലെസ്സിങ്ങും അബിനാദാമിന് കിട്ടിയില്ല. വൈ? വി വിൽ ആൻസർ ടുമാറോ. റെഡി? അല്ലെങ്കിൽ നമുക്ക് രാവിലെ വരെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. നോ, നമുക്ക് നാളെ ചിന്തിക്കാം. ദിസ് ഈസ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ. 20 വർഷം അബിനാദാമിന് വീട്ടിൽ ഇരുന്നിട്ട് അബിനാദാമിന് ഒരു ഗുണം ഉണ്ടായില്ല. വൈ? നഷ്ടമല്ലാതെ. അതിന് നമ്മൾ ഇന്ന് ചിന്തിച്ചതുപോലെ സോളിഡായ റീസണുണ്ട്. ദാറ്റ് വിൽ തിങ്ക് ടുമാറോ. ഓക്കെ, നമ്മൾ കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഈ പ്രാഥമികമായ ദിവസത്തിൽ തന്നെ നമുക്ക് വളരെ ഗൗരവമായിട്ട് ദൈവമായുള്ള ഇടപെടൽ, ആ റെവറൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി മടക്കിയിട്ട് ആ ഒരൊറ്റ പോയിന്റിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോവാം. ആത്മീക കാര്യങ്ങളിൽ പ്രാർത്ഥനയാകട്ടെ, സഭയാകട്ടെ, കൂട്ടായ്മയാകട്ടെ, ശുശ്രൂഷകളാകട്ടെ, ആ ഭയഭക്തി ബഹുമാനം ഇത് ദൈവമാണ്. God. This is a holy God.
ഒരു ജാതീയ ദേവനല്ല, ജീവനുള്ള സത്യ ദൈവമാണ്. നീതിയും ന്യായവും സത്യവും സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ് ദൈവത്തിന്റെ. സൈന്യങ്ങളുടെ യഹോവ അത്ഭുതം ചെയ്യുന്നല്ല സെറാഫുകൾ വിളിച്ചു പറഞ്ഞു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുന്ന അവനൊരു ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവം എന്നല്ല അവർ വിളിച്ചു പറഞ്ഞത്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് സെറാഫുകൾ വിളിച്ചു പറഞ്ഞത്. അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഈ ദൈവിക കാര്യങ്ങൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന ശുഷ്കാന്തി നമ്മൾ മടക്കിയെടുക്കണം. ആത്മീക കാര്യങ്ങളോടുള്ള വെള്ളം ചേർത്ത് തണുത്തുപോയ അനുഭവങ്ങൾ മടങ്ങി വരണം. ഇതാണ് എന്നോട് കർത്താവ് എന്നോട് പറയുകയാണ്. എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. We have to come back to a place where we honor God with all of our heart. Respect God. Honor God. അതിനായി ഇന്ന് രാത്രി നമ്മളെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ തന്നെ തിരുക്കരങ്ങളിലേക്ക് ഇന്ന് രാത്രി സമരം ഞങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ചടങ്ങുകളായി പോയ ഞങ്ങളുടെ പ്രാർത്ഥന, അതിപരിചയങ്ങളായി തീർന്ന ആത്മീക ജീവിതം, ഇത് പരിചയങ്ങളോ ആവർത്തനങ്ങളോ ആമേൻ വിരസതയോടെയൊക്കെ ജീവിക്കാനുള്ള ഒരു ജീവിതം അല്ല ഇത്. കഴിഞ്ഞ ആഴ്ച ചെയ്ത് തന്നെ ഈ ആഴ്ചയും ചെയ്ത് അത് തന്നെ അടുത്ത അങ്ങനെ ജീവിക്കേണ്ട ജീവിതമല്ലെന്ന് ദൈവം ഞങ്ങളെ ഓർപ്പിക്കുന്നതിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ തീഷ്ണതയും നഷ്ടപ്പെട്ടു പോയ കൃപയും ആ ജ്വലനവും ഇന്ന് രാത്രി മടക്കിയെടുക്കാൻ ഞങ്ങൾ മടങ്ങി വരുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞ കാലത്ത് എങ്ങനെ ഞങ്ങൾ അങ്ങേ ബഹുമാനിച്ചോ അതുപോലെ ബഹുമാനിക്കാൻ, അതുപോലെ ആദരിക്കാൻ ഈ ജാതികൾ കാണണം ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ എങ്ങനെ ബഹുമാനിക്കുന്നെന്ന്. ദൈവജനം കാണണം നമ്മൾ നമ്മുടെ ദൈവത്തെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നെന്ന്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. Change our lifestyle to honoring God, respect God, obey God. Oh Jesus, hallelujah. അങ്ങനെ ഒന്ന് അമ്മ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാമോ? ലോകത്ത് എത്രയോ ജാതികളുണ്ട്, അവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ ദൈവത്തിന് ഒരു വിശേഷതയുണ്ടെന്ന്. കാരണം നമ്മൾ ദൈവത്തെ വേണ്ട പോലെ ബഹുമാനിക്കുന്നില്ല, നമ്മൾ ദൈവത്തെ വേണ്ട പോലെ ഭയപ്പെടുന്നില്ല, വേണ്ട പോലെ ആദരിക്കുന്നില്ല. അതുകൊണ്ട് ജാതി ദേവന്മാരിൽ ഒരുവനെ പോലെ ദൈവത്തെ കണക്കാക്കുന്നു. നോ, now the season is changing, now the generation is changing. അങ്ങനത്തെ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകും. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. ഇന്ന് രാത്രി നമുക്ക് മടങ്ങി വരാം. ഇന്ന് രാത്രി നമുക്ക് അനുതപിക്കാം. ഇന്ന് രാത്രി നമുക്ക് റിപ്പന്റ് ചെയ്യാം. നമ്മുടെ സ്റ്റൈലുകൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ചൂടുമല്ല തണുപ്പുമല്ലാത്ത നമ്മുടെ രീതികൾ, നമ്മുടെ ആരാധന രീതി, നമ്മൾ പാടുന്ന രീതികൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതികളൊക്കെ ആമേൻ ആരുടെയൊക്കെയോ കണ്ടുള്ള ആമേൻ ആവർത്തനങ്ങൾ. നോ, ഇറ്റ് ഈസ് നോട്ട് എ റെപ്പിറ്റേഷൻ. ആമേൻ കംപ്ലാസൻസി, നോ. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള കൃപ നമുക്ക് ചോദിക്കാം. ഉപവസിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവർ, ആമേൻ ആത്മീക ജീവിതത്തെ ഗൗരവമായി കാണുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുകയാണ്. ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മളെ ദൈവം അങ്ങനെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭ മറ്റു സഭകൾക്ക് ഒരു മാതൃകയായി തീരാൻ. ഹൗ ഓണറിങ് ഗാഡ്. ആമേൻ. ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചാട്ടെ. കാര്യങ്ങൾ ഉയർത്തി. വിളകാത മേഘം നീ, മുൻസെല്ലും മേഘം നീ, വിളഹാത മേഘം നീ, മുൻസെല്ലും മേഘം നീ, ആവിയാണവരെ അൻപിന്നാവിയാണവരെ, വല്ലാവിയാണവരെ, തെളിവിനാവിയാണവരെ, വല്ലാവിയാണവരെ, അൻപിന്നാവിയാണവരെ, വല്ലാവിയാണവരെ, തെളിവിനാവിയാണവരെ. ഒരു മഹിമയിൻ മേഘം ഇൻ ജനത്തെ മൂടുതേ, ഒരു മഹിമയിൻ മേഘം തം ജനത്തെ മൂടുതേ, ഒരു മഹിമയിൻ മേഘം നം ജനത്തെ മൂടുതേ, ഒരു മഹിമയിൻ മേഘം. സ്വർഗ്ഗീയ നല്ല പിതാവേ,
ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹൃദയങ്ങളെ കാണുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ കാണണമേ. ഞങ്ങളുടെ സഭയെ ഏൽപ്പിക്കുന്നു, കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമയം ഞങ്ങൾ ഗൗരവമായി കർത്താവിൻ്റെ പദവികളിൽ കരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുക്കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. Lord, we worship you. മുമ്പോട്ട് വന്നാട്ടെ. എല്ലാവരും ഒന്ന് അടുത്ത് വന്നാട്ടെ. നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി.